Good morning. Good morning, everyone. Morning. Good morning. Good morning. Good സോ morning, കഴിഞ്ഞ sir. ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ ഹീലിങ്ങിനെ കുറിച്ചാണ്, ഇന്റൻസീവ് ഹീലിങ്ങിനെ കുറിച്ച്. Good morning, sir. ഗുഡ് മോർണിംഗ് സുബിത മാം. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിരുന്നോ? നമ്മുടെ Good morning. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഇൻവൈറ്റ് ചെയ്യണം. നമുക്ക് മാത്രം ലഭിച്ചാൽ പോരാ, അവരിലേക്കും ഈ ഒരു നോളജ് എത്തണം. നമ്മളുടെ ഒരു വിഷൻ ഉണ്ട്. വിഷൻ എന്ന് പറയുന്നത് വൺ ഹീൽഡ് പേഴ്സൺ ഇൻ വൺ ഫാമിലി എന്ന് പറയുന്ന ഒരു ഗോൾ ഉണ്ട്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഡു ഇറ്റ് നൗ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് നൗ. ആൻഡ് ഫ്രണ്ട്സ് ക്യാൻ കം ആൻഡ് വാച്ച് നെറ്റ്. എത്ര പേര് ഇന്നലത്തെ റെക്കോർഡിംഗ് അയച്ചു കൊടുത്തു? ഒന്ന് കമന്റ് ചെയ്തേ. മീ എന്ന് കമന്റ് ചെയ്യും. കമന്റ് ഓൺ മീ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, എത്ര പേര് അയച്ചിട്ടുണ്ട്? ചില ആൾക്കാർ അയച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഹീലിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ഇന്നർ. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കർമ്മ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ് കർമ്മ? നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കർമ്മഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അത് യൂണിവേഴ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. കാരണം മാനിഫെസ്റ്റേഷൻ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും കർമ്മ റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കർമ്മയാണെന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുക, ഒരു കുട്ടിയെ അടിക്കുന്നു. ഓക്കെ, തെരുവിലുള്ള ഒരു കുട്ടിയെ കാണുന്നു, അടിക്കുന്നു. ആ അടിക്കുന്നത് അയാള് ചെയ്യുന്നൊരു വലിയൊരു തെറ്റാണ്. പക്ഷെ അതിലും വലിയൊരു തെറ്റാണ് അടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നാ പറയുന്നത്. ആ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള തോട്ടും മൂലം തന്നെ നമുക്ക് എന്തുണ്ടാവും? വലിയ രീതിയിലുള്ള ഒരാളെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ തന്നെ അത് വലിയൊരു കർമ്മമായിട്ട് വലിയൊരു രീതിയിൽ മാറും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, മനസ്സിലെപ്പോഴും പ്യൂർ ആയിട്ടുള്ള ശുദ്ധമായ ഉദ്ദേശങ്ങൾ കൊണ്ട് നടക്കും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, മറ്റുള്ളവരെ ഹീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള നല്ലൊരു ഉദ്ദേശം, പ്യൂർ ഇന്റൻഷൻ കൊണ്ട് നടക്കും. ആ പ്യൂർ ഇന്റൻഷൻ കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനില്ല, മറ്റുള്ളവരെ വിഷമിപ്പിക്കാനില്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം. അപ്പം ഇവിടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, പലരോടും ചോദ്യം ചോദിച്ച പ്രകാരം അത് വെച്ചാല് മ്യൂട്ട് ചെയ്യാതിരിക്കുന്നത്, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ് പ്ലീസ്. ഓക്കെ, സോ പറഞ്ഞ പോലെ എന്താ വെച്ചാല് നമ്മളുടെ ഇവിടെ ആകെ നമ്മളെന്താ വെച്ചാൽ, ഞാൻ ചോദിച്ചപ്പം ഹസീന ഷെയർ ചെയ്തിട്ടുണ്ട്, സുബൈദ മാം ഷെയർ ചെയ്തിട്ടുണ്ട്, സൽമാ മാം ഷെയർ ചെയ്തിട്ടുണ്ട്. നോ വൺ എൽസ്. വേറൊരാൾക്കും വേറൊരാളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമില്ല. സോ ഗോ ഡൗൺ ആൻഡ് ഷെയർ നൗ ആൻഡ് കം ബാക്ക്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? റെക്കോർഡിങ്സ് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സുകളിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും. ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് കം ബാക്ക്. ബിക്കോസ് നിങ്ങൾ മാത്രം ഇത് കേട്ടാൽ പോരാ. ഓക്കെ, ജസ്റ്റ് ഡു ഇറ്റ്. ചെയ്തതിന് ശേഷം വന്നിട്ട് പറയൂ ഡി എന്ന് കമന്റ് ചെയ്യുക. ഡൺ എന്നുള്ളതിന് ഡി എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ആവും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ അറിയില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ല. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ചെറുതായിട്ട് കോൾഡ് പിടിച്ചിട്ടുണ്ട്, നല്ല ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാന്ന് തോന്നുന്നു. ഓർ മേ ബി എന്തായിരിക്കാം, വേറെ എന്തെങ്കിലും എനർജി ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ്സ് കം ബാക്ക് ടു ദ പോയിന്റ്. നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കുറേ കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള നല്ലത് ചെയ്യുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ നമ്മളുടെ ഒരു ലോകത്തേക്ക്, ഞാൻ എന്തിനാ ചെയ്യണം, നമ്മളുടെ ഒരു ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകും. മറ്റുള്ളവർക്ക് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട്. ഈ വായു അല്ലെ, ശ്വസിക്കാനുള്ള വായു അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഈ കാലാവസ്ഥ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് വെള്ളം അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മെഡിറ്റേഷനിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. പക്ഷെ നമ്മൾ തിരിച്ചെന്ത് കൊടുത്തു?
തിരിച്ച് സൊസൈറ്റിക്ക് എന്ത് കൊടുത്തു, മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തു, ഈ യൂണിവേഴ്സിന് എന്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് നല്ല അറിവുകൾ ഷെയർ ചെയ്യാം, നല്ല മെസ്സേജുകൾ ഷെയർ ചെയ്യാം, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം. വി കൻ ഹെൽപ്പ് ലോട്ട് ഓഫ് പീപ്പിൾ. ഓക്കെ, സോ ഓൾവേസ് ഹാവ് ദാറ്റ് ഹാബിറ്റ്. ആ ഹാബിറ്റ് നമുക്ക് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഷാൽ ഗോ ആൻഡ് ഡു ഇറ്റ്. സംടൈംസ് യു നീഡ് പുഷ്. ചില ആൾക്കാരുടെ പുഷ് വേണം. ഓക്കെ, സോ ചെയ്തു എന്ന് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഒരുപാട് പേര് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഫാന്റാസ്റ്റിക്, താങ്ക് യു. So share that recording session to maximum friends, okay? Let them, because പലർക്കും ഇത് അറിയില്ല, പലർക്കും ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല, പലർക്കും ഇതിന്റെ പ്രാധാന്യം അറിയില്ല. നമുക്കിതെല്ലാം അറിയുന്ന ആൾക്കാരാണ്, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. സോ ലെറ്റ്സ് ബിഗിൻ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് എന്തായിരുന്നു? ഹീലിംഗിനെ കുറിച്ച്, അല്ലേ? ഇന്റൻസീവ് ആയിട്ടുള്ള ഹീലിംഗ്. ആ ഹീലിംഗിൽ നമ്മൾ പറഞ്ഞു വന്ന വെച്ചാൽ നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ഹീലിംഗ് അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ലൈഫിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനാദ്യം അറിയേണ്ടത് വാട്ട് ഈസ് ഇന്നർ ചൈൽഡ് എന്ന് അറിയണം. യുവർ ഇന്നർ ചൈൽഡ് ഈസ് എ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ പാർട്ട് ഓഫ് യു ദാറ്റ് വാസ് ഫോംഡ് ഇൻ യുവർ ഏർലി ഇയേഴ്സ്, എസ്പെഷ്യലി ഫ്രം ബർത്ത് ടു അറൌണ്ട് ഏജ് 7. 7 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിൽ, അത് 7 വയസ്സ് പറയുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ 15 വയസ്സ് വരെയും പറയുന്നുണ്ട്. നോർമലി പറയുന്ന 7 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിൽ നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു വൈകാരികവും മാനസികവുമായിട്ടുള്ള ഒരു നിങ്ങളുണ്ട്. ഓക്കെ, വൈകാരികവും മാനസികവുമായിട്ടുള്ള ഒരു ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ പാർട്ട് ഓഫ് യു. അത് ആ നിങ്ങൾ 7 വയസ്സ് വരെയുള്ള നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലുള്ള നിങ്ങളല്ല, അതായത് നിങ്ങളുടെ മാനസികപരമായിട്ടും വികാരപരമായിട്ടുള്ള നിങ്ങളുണ്ട്. ഇറ്റ് ക്യാരീസ് യുവർ ഏർലിയസ്റ്റ് എക്സ്പീരിയൻസസ്. അതെന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഏർലിയസ്റ്റ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു? അതെല്ലാം ക്യാരി ചെയ്യുന്നു, അതെല്ലാം കൊണ്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് ഈ അൺമെറ്റ് നീഡ്സ് ഉണ്ട്. അൺമെറ്റ് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു, നടക്കാതെ പോയ കുറെ ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നു. കുറെ സ്നേഹം കിട്ടിയിട്ടില്ല, കുറെ അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല, കുറെ മറ്റുള്ള സംഗതികളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോ നമ്മൾ ഫിസിക്കലി ഗ്രോ ചെയ്തിട്ടുണ്ട് എങ്കിലും this part of you stays alive with him and continues to influence your emotions and behavior. നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് ജീവനോട് കൂടിയിട്ട് വല്ലാതെ ആക്റ്റീവായിട്ട് എന്ത് ചെയ്ത് നിൽക്കുന്നു. അത് നമ്മുടെ തീരുമാനങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തെയും നമ്മളുടെ വികാരങ്ങളെയൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ നമ്മളുടെ ഇന്നർ ചൈൽഡ് ആണ് നിങ്ങളുടെ ജീവിതം ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. യുവർ ഇന്നർ ചൈൽഡ്. മനസ്സിലാവുന്നുണ്ടോ? ശരത്, പ്ലീസ് സ്റ്റോപ്പ് ഷെയറിംഗ് ഓഡിയോ. ശരത്, ക്യാൻ യു സ്റ്റോപ്പ് ഷെയറിംഗ് ദ ഓഡിയോ പ്ലീസ്? ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നെന്തോ? ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ 7 വയസ്സ് വരെയുള്ള നമ്മൾ അനുഭവിച്ചിട്ടുള്ള നമ്മൾ. അപ്പൊ ഈ 7 വയസ്സിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചത് ഒന്ന് എഴുതി വെച്ച്. നിങ്ങൾക്കുണ്ടായിട്ടുള്ള കുറെ ഓർമ്മകൾ ഉണ്ടാവും. എന്തൊക്കെ വിഷമങ്ങളാണ്, എന്തൊക്കെ സന്തോഷങ്ങളാണ്. ചിലർക്ക് സന്തോഷം ഉണ്ടാവും, എന്നാൽ അതിന് കൂടെ ചില വിഷമങ്ങൾ ഉണ്ടാവും. സ്കൂളിൽ നിന്ന് സംഭവിച്ചായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതായിരിക്കാം. ഒരു പേനയും പേപ്പറും എല്ലാവരും എടുത്തിട്ടുണ്ടോ? ജസ്റ്റ് ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ. മഴക്കാലം തുടങ്ങി, എല്ലാവരും നല്ല അല്ലെ, ചിലർക്ക് നല്ല തണുപ്പ് അനുഭവിച്ച് ഇങ്ങനെ ആസ്വദിച്ച് കിടന്നുറങ്ങാണ്. ഓക്കെ, മഴക്കാലം തുടങ്ങിയതിന്റെ സന്തോഷത്തിൽ. ഓക്കെ, എന്തായാലും നമുക്ക് കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കാം. ജെബിൻ സൗദിയിലാണോ അതോ നാട്ടിലാണോ? നാട്ടിലുണ്ട് സാറേ, നാട്ടിലുണ്ട്. മഴയൊക്കെ ആസ്വദിച്ചിരിക്കും. നല്ല മഴയുണ്ട്. അവിടെ ഉണ്ട് അപ്പൊ മഴ? മഴയായിരുന്നു, ഇപ്പൊ ശകലം ഒതുക്കമുണ്ട്. ഇവിടെ നല്ല കാലിക്കറ്റ് നല്ല മഴയുണ്ട്, പുറത്ത് നല്ല മഴ, അടിപൊളി. അപ്പൊ ഈ സാറിന് പനിയാണെന്ന് തോന്നില്ല, പനി പിടിച്ചോ? ചെറുതായിട്ട് പനിയില്ല, കോൾഡേ ഉള്ളൂ. അതെന്തോ തൊണ്ടയ്ക്ക് എന്തോ ചെറിയൊരു പ്രശ്നമില്ല. അത് അങ്ങ് 2 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹീലാവും. ഇന്ന് രാവിലെയാണ് അപ്പൊ അത്. എന്നിട്ട് രാത്രി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി. ഇന്ന് രാവിലെയാണ് ടാപ്പ് ചെയ്ത് ക്ലൈമറ്റിന്റെ ആയിരിക്കും.
ക്ലൈമറ്റിന്റെ maybe. ചേഞ്ച് കൊണ്ടായിരിക്കും. ഓക്കെ. ആയിരിക്കാം. നോ പ്രോബ്ലം. സോ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരും പേപ്പർ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്നർ വോൺസ് എന്തൊക്കെയാണ്? ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ ആ ഒരു വോൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. റെഡി അല്ലേ? അത് നമ്മള് ഇന്നർ ചൈൽഡിൽ 7 വയസ്സ് വരെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഒന്ന് ആലോചിച്ചു നോക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഞാൻ ചെറിയൊരു ഹീലിംഗ് മെത്തേഡിലൂടെ നമുക്കത് ചെയ്യാം. ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ ടാപ്പ് ചെയ്യുക. എല്ലാവരും ടാപ്പ് ചെയ്യുക. എല്ലാവരും ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തതിനു ശേഷം പ്രശ്നങ്ങൾ ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളും 7 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും, പല പ്രശ്നങ്ങളും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഓർമ്മയിലേക്ക് പോകും മൈൻഡ്. ജസ്റ്റ് ടോപ്പ് ഓഫ് ദ ടാപ്പ് ചെയ്യുക. പ്രശ്നങ്ങൾ കണ്ണടയ്ക്കുക. എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുക ടാപ്പ് ചെയ്തതിനു ശേഷം. തിരയണ്ട. നാച്ചുറലി ഏതെങ്കിലും ഒരു വിഷമത്തിലേക്ക് നിങ്ങൾ അങ്ങ് കണക്റ്റഡ് ആവും. ചെറുപ്പത്തിൽ അനുഭവിച്ചു അത് എഴുതി വെക്കും. അതൊരു 7 വയസ്സുള്ള സമയത്ത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ. ഓക്കെ. എഴുതി വെച്ചു. മനസ്സിലേക്ക് വന്നോ? കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. കിട്ടിയവരെന്ന് വെച്ചാൽ എഴുതി വെച്ചു എന്നുള്ളവരെന്ത് ചെയ്യുന്നു കമന്റ് ചെയ്യുക. ചിലപ്പോൾ 1 വന്നേക്കാം, 2 വന്നേക്കാം, 3 വന്നേക്കാം, ഒരുമിച്ചൊരു പഠനം വന്നേക്കാം. എല്ലാം എഴുതി വെക്കാം. യെസ്. ഓക്കെ. എല്ലാം എഴുതി വെക്കൂട്ടോ. കിട്ടി. യെസ്. ചെറിയ കേസുകളായിരിക്കാം, വലിയ കേസായിരിക്കാം. ചിലപ്പോൾ ഒരു ടൂറ് പോകാൻ വേണ്ടിയിട്ട് ക്യാഷ് വെച്ചതായിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ടൂറ് പോട്ടെ എന്ന് ചോദിച്ചു സ്കൂളിൽ, മാതാപിതാക്കൾ സമ്മതിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ സ്ലൈറ്റ് പൊട്ടിയതായിരിക്കും 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചതാവാം. നമ്മൾ സ്കൂളിലേക്ക് വിലപ്പെട്ട സാധനം കൊണ്ടുപോയി, ഒരു കുട്ടി അത് മോഷ്ടിച്ചു, അങ്ങനെയുള്ള കേസായിരിക്കാം. അല്ലെങ്കിൽ ഫിസിക്കൽ എന്തെങ്കിലും അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും നേരിട്ടതാവാം. പലതുമാണ്. ഓർമ്മ വരുന്നില്ല. വറീഡ് ആവണ്ട ജാസ്മി, വരും കേട്ടോ. ഒന്നുകൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ വീണ്ടും ടാപ്പ് ചെയ്യാൻ മനസ്സിലേക്ക് ഇങ്ങനെ തിരയണ്ട കേട്ടോ. തിരയണ്ട, എനിക്ക് വരുന്നില്ലല്ലോ എന്ന് തിരയണ്ട. ഇറ്റ്സ് ഓക്കെ, വന്നോളൂ. എന്നൊരു മൈൻഡിൽ ഇങ്ങനെ ചെറിയൊരു കമാൻഡ് കൊടുക്കും. ഓക്കെ. ഇപ്പൊ ഓർമ്മയിലേക്ക് പോകും. ചില സങ്കടങ്ങളുള്ള ദിവസം സംഗതികൾ വരും. വറീഡ് ആവണം. ഓക്കെ. ജസ്റ്റ് കീപ്പ് ഓൺ ടാപ്പിംഗ്. ടാപ്പ് ചെയ്തതിനു ശേഷം കുറച്ചു നേരം നിർത്തിയിട്ട് റെസ്റ്റ് എടുത്തിട്ട് ചോദിക്കാം. വിഷമം, ചിലർ ഒറ്റയടിക്ക് വലിയൊരു വിഷമത്തിലേക്ക് ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ മാക്സിമം ഒരു 3 വിഷമങ്ങളെങ്കിലും നിങ്ങൾ എടുക്കുക. ഓക്കെ. 3 വിഷമങ്ങളെങ്കിലും നിങ്ങൾ എടുക്കുക. ഒന്ന് എഴുതി വയ്ക്കുക. ഈ വിഷമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ, അത് ഉണങ്ങാതെ കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നമുക്ക് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മൾ തീരുമാനമെടുക്കുന്നതിനെ സ്വാധീനിച്ചത് ഈ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് നമ്മൾ ടാപ്പ് ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് പോയത്? കാരണം അത്രയും അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആകുന്നു. ഓക്കെ. അതിലുണ്ടായിരുന്ന ഇമോഷൻ എന്താ? ഒന്ന് പറയാവോ? അതും കൂടെ എഴുതി വെക്കാവോ? അതിന്റെ ഒരു സങ്കടമാണോ, ദേഷ്യമാണോ, വിഷമാണോ, പ്രയാസമാണോ, ചതിക്കപ്പെട്ടതുപോലെ ഫീൽ ചെയ്തിട്ടാണോ, ഒറ്റപ്പെട്ടു, എന്നെ മനസ്സിലാക്കിയില്ല എന്നുള്ള ഫീലിംഗ് ആണോ? എന്താ ഫീലിംഗ് വന്നത്? ഒന്ന് കമന്റ് ചെയ്യാവോ?
എന്നെ മനസ്സിലാക്കിയില്ല, എന്നെ ചതിച്ചു, ഞാൻ ഒറ്റപ്പെട്ടു, അങ്ങനെ. അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെക്കാട്ടിലും വേറെ ആളെ സ്നേഹിക്കുന്നു, വേറെ മകനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ മകളെ സ്നേഹിക്കുന്നു, എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരുന്നില്ല, എല്ലാം അവന് കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അവൻ പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ അവള് പറയുന്നത് കേൾക്കുന്നു, മൂത്തവര് പറയുന്നതൊക്കെ കേൾക്കുന്നു, ഇളയതായിട്ടുള്ള ഞാൻ പറയുന്നതൊന്നും ചെയ്യുന്നു, അങ്ങനെ പലതും ഉണ്ടാകും. അല്ലെങ്കിൽ ഇളയ കുട്ടിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിച്ചില്ല, കമ്പാരിസൺ. ഓക്കെ, വെരി ഗുഡ്. സോ എന്നെ സ്നേഹിച്ചില്ല, എന്നെ സ്നേഹിച്ചില്ല, എന്നെ സ്നേഹിച്ചില്ല, എന്നെ സ്നേഹിച്ചില്ല. ഓക്കെ, ഓക്കെ, പരിഗണിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല. ഓക്കെ, പരിഗണന, റെസ്പെക്ട് അല്ലെ, എന്നെ പരിഗണിച്ചില്ല. നിങ്ങൾ ഈ ഇഷ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉള്ള പല പ്രശ്നങ്ങളുടെയും ഇതേ ഡയലോഗ് തന്നെ കാണാം, അല്ലെങ്കിൽ ഇതേപോലുള്ള മീനിങ് ഉള്ള അർത്ഥമുള്ള കുറെ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. Yes or no? ഇപ്പോഴും വാല്യൂ തന്നില്ല, ഇപ്പോഴും വാല്യൂ തരാത്ത പോലെ. യെസ്, യാ. ഇപ്പോഴും പല പ്രശ്നങ്ങളിൽ നമുക്ക് പരാതി ഉള്ളത് അതാണ്. ശരിയാണോ? യെസ്. ഇപ്പോഴും പല നമ്മുടെ കുടുംബ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകളിൽ പല സംഗതികളിലും പ്രശ്നം ശരിക്ക് അന്നത്തെ അതേ ഡയലോഗാണ് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളുടെയും പിന്നിൽ കാണാം. മനസ്സിലാവണ്ട? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ പ്രശ്നം ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പോ ഈ പ്രശ്നം ഉണ്ടായത്. നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, 3-4 കാര്യങ്ങൾ ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആ പ്രശ്നത്തിന് ഒരു അർത്ഥം കൊടുക്കും, ഒരു മീനിങ് കൊടുക്കും. എന്നെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ എന്നെ ചതിച്ചു, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചു, എനിക്ക് വാല്യൂ തന്നില്ല, ഇതാണ് മീനിങ്. എന്നെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ ഇട്ടേച്ചു പോയി. അതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അൺകോൺഷ്യസ് ബിലീഫ് ഉണ്ട്. ബോധം ഉണ്ടാവില്ല, പക്ഷെ ഒരു അൺകോൺഷ്യസ് ബിലീഫ് ഉണ്ട്, ബോധമില്ലാത്തൊരു വിശ്വാസമുണ്ട്. അൺകോൺഷ്യസ് ബിലീഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിങ്ങനെ ആയിരിക്കും. നമുക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹം തോന്നില്ല, അല്ലെങ്കിൽ സ്നേഹം ഉണ്ട്. ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെച്ചാൽ, ഓക്കെ, ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് വിളിക്കൊന്നുമില്ല, അല്ലെങ്കിൽ അവർ വിളിക്കേണ്ട ആവശ്യം എന്താ എന്നൊരു തിങ്കിങ് ഉള്ള ആൾക്കാർ. അങ്ങനെ എത്ര പേരുണ്ട്? ഞാൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം ഉണ്ടെന്ന് അവർക്കും അറിയാം, അവർക്ക് സ്നേഹം ഉണ്ടെന്ന് എനിക്കും അറിയാം, ഞാൻ എന്തിനപ്പോൾ കൂടുതൽ ഇങ്ങനെ സ്നേഹം കാണിക്കേണ്ട ആവശ്യം? അങ്ങനെയുള്ളവർ മീന്ന് കമന്റ് ചെയ്ത്. അപ്പൊ അതിന്റെ ഒരു സംഗതി ഉള്ളവർക്ക് എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, അവർക്ക് ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാർ ചെറുപ്പത്തിൽ ഇതേപോലെ എന്ന് വെച്ചാൽ സ്നേഹം ആ ലെവലിലാണ് കിട്ടിയത്. അവര് ശരിക്കും ചിലപ്പോൾ ഉപേക്ഷിച്ചതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ, അവർക്ക് അബാൻഡൻമെന്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആണോ? ശരിയല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? നിങ്ങളുടെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഉപേക്ഷിച്ചു, അബാൻഡൻ ചെയ്തു ചില സാഹചര്യങ്ങളിൽ എന്നൊരു ഫീലിംഗുള്ള അനുഭവം ഉണ്ടാവുക പ്രധാനപ്പെട്ടത്. ആ അനുഭവമാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ പോലും പ്രോപ്പറായിട്ട് സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത്, നിങ്ങളുടെ വികാരങ്ങൾ പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഈവൻ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് പലർക്കും എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ചിലപ്പോൾ പരിചയം ഉണ്ടാവും, പക്ഷെ അവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, സംസാരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എപ്പോൾ കണ്ടാലും എല്ലാവരോടും ഹായ് ബായ് ഷാർ, എല്ലാം കുഴപ്പമില്ല, ഓക്കെ. മനസ്സിലാവുണ്ടോ? യാ. അതിലും ഇത് ഓർമ്മകൾ കാര്യമായുള്ളത് വീടിന്റെ ഉമ്മറത്തൊരു മൂലയിൽ കൂനിക്കൂടി കിടക്കുന്ന ഒരു ഓർമ്മയാണുള്ളത്. ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയാവാം. അതാണ് ചെറുപ്പകാലം ഓർക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് ഓടിയത്. യെസ്, ഒറ്റപ്പെട്ടു. ഐ ആം എലോൺ, നോ വൺ ഈസ് ദെയർ ഫോർ മീ. എനിക്ക് ആരുമില്ല. ആ ഫീലിംഗ് തന്നെയല്ലേ ഇപ്പോഴും? എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്കറിയില്ല എന്നെ ആരും മനസ്സിലാക്കുന്നുണ്ട്, എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ മോളലോ ഇത് തന്നെയല്ലേ ലൈഫിൽ ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും ധൈര്യമില്ല.
ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മനുഷ്യന്റെ യുവത്വം നിലനിർത്താൻ ഏറ്റവും ആവശ്യമുള്ള സാധനം, യുവത്വം നിലനിർത്താൻ എക്സസൈസ് ചെയ്യുകയല്ല, നല്ല ഭക്ഷണം കഴിക്കുകയല്ല, നല്ല എന്താ പറയാ കുറെ നേരം ഉറങ്ങുകയല്ല, നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരാള് യുവത്വം നിലനിർത്താൻ, ലോഞ്ചിവിറ്റി, ആയുസ് കുറക്കാനല്ല, ആയുസ് കൂടും. പക്ഷെ എന്താ പറയുക, ഒരു എപ്പോഴും യുവത്വം തുളുമ്പുന്ന വ്യക്തിയായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കാനുള്ള ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താണ്? സോഷ്യൽ സർക്കിളാണ്. നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല എന്നുള്ള ഫീലിംഗ് ആണ്. അപ്പൊ നമ്മൾ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അപ്പൊ മനുഷ്യൻ ആ സമൂഹത്തിൽ, അവന്റെ സമൂഹം എന്ന് പറയുന്ന ആദ്യത്തെ സമൂഹം അവന്റെ വീടാണ്. അവന്റെ വീട്ടിൽ അവന്റെ ചെറുപ്പത്തില് ആ സമയത്ത് അവൻ എന്ത് അനുഭവിച്ചു എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലവ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയറിങ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്കുള്ള എന്തെങ്കിലും പോരായ്മകളുടെ പുറത്ത് നമ്മൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ബിക്കംസ് അവർ ബേസിക് പ്രോഗ്രാമിംഗ്. അത് നമ്മളുടെ പ്രോഗ്രാമിംഗ് ആയി മാറിക്കഴിഞ്ഞു. ആ വേദനകൾ, ആ പ്രയാസങ്ങൾ, അത് നമ്മളുടെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫോണ് ഇതിന്റെ ശരീരമാണ്. ഓക്കെ, ഈ ഫോണിന്റെ ബോഡിയാണത്. എന്നാൽ ഈ ഫോണിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ OS എന്ന് പറയും. അത് ഇതിലുള്ളത് ഐഫോൺ ആയതുകൊണ്ട് ഐഫോണിന്റെ iOS ആണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് തീരുമാനിക്കുന്നത് ഈ ഫോൺ ഏത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വർക്ക് ചെയ്യണം, ഏതൊക്കെ ഓപ്ഷൻസ് വേണം, ഏതൊക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ഓൺ ആവണം, ഓഫ് ആവണം, ക്യാമറ വർക്ക് ചെയ്യണം, ഫോട്ടോ എടുക്കണം, കോൾ ചെയ്യണം, മെസ്സേജ് അയക്കണം, വീഡിയോ കോൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻസ് തീരുമാനിക്കുക അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്നതുപോലെ നമ്മളുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറണം, എനിക്കൊരു സ്നേഹം അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കൊരാളുടെ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ്, ബിലീഫ് സിസ്റ്റം എന്നൊക്കെ പറയും. ആ പ്രോഗ്രാമിംഗ് എഴുതപ്പെടുന്നത് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ആ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇത്തരത്തിലുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതലുള്ളത് എങ്കിൽ, അതാണ് നമ്മുടെ ഒരു മെജോറിറ്റി എങ്കിൽ, അതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ട്. ഒന്നെന്താണ്? ഒറ്റപ്പെട്ടവൻ, ആർക്കും വേണ്ടാത്തവൻ, ആരും മനസ്സിലാക്കാത്തവൻ, എന്തോ പ്രശ്നമുള്ളവൻ, കുഴപ്പക്കാരൻ. നിങ്ങൾക്കൊരു ഇമേജ് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ തന്നെ നൽകിയൊരു ഇമേജ്. കുഴപ്പക്കാരി, ധിക്കാരി, വികൃതി, ഫ്രോഡ്, തരികിട, കളവ് പറയുന്നവൻ. എന്താണ് നിങ്ങളുടെ ഒരു ഇമേജ്? ഒന്ന് എഴുതി നോക്കി. ആ ഇമേജ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ഇമേജ് തന്നെയാണ് ഞാൻ പോരാ. നമ്മുടെയൊക്കെ ഉള്ളിൽ നമുക്ക് നന്മയുണ്ടെന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ ഉള്ളിൽ നമുക്ക് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളുടെ നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു ബാഡ് സൈഡ് ഉണ്ട്. നമ്മൾ ക്യാരി ചെയ്യുന്ന നമുക്ക് തന്നെ അറിയാവുന്ന ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു മോശം സൈഡ് ഉണ്ട്. ആ മോശം സൈഡ് വന്നിരിക്കുന്നത് ഈ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇമേജ് ആണ്. അതേ പറഞ്ഞാൽ നമ്മളെന്തൊരു മീനിങ് കൊടുക്കും അല്ലേ? ഒറ്റപ്പെട്ടവൻ, അതിൽ നിന്ന് പിന്നെ ഒരു ഇമേജ് കൂടെ ക്രിയേറ്റ് ചെയ്യും നമുക്ക് നമ്മളെ കുറിച്ച്. നമുക്ക് ഇപ്പോൾ എന്താ ഉള്ളത്? കൺസിസ്റ്റൻസി ഇല്ലാത്തവൻ, തുടർച്ചയായിട്ടില്ലാത്തവൻ, സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തവൻ, ദേഷ്യക്കാരൻ, ഭയങ്കര ദേഷ്യക്കാരൻ, വാശിക്കാരൻ. ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ടുള്ള ഡയലോഗ് കേട്ടിട്ടുണ്ട്, വാശിക്കാരൻ, ഭയങ്കര പിടിവാശിയാണ്, ആരും പറഞ്ഞാൽ കേൾക്കില്ല, താൻ തോന്നി, ഒറ്റബുദ്ധി. ഇങ്ങനെ എന്തൊക്കെ വേർഡ്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കിട്ടിയിട്ടുള്ളത്? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന വേർഡ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് തോന്നിയിട്ടില്ല. സോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മനസ്സിലായില്ല. എസ് ഓർ നോ? എസ് ഓർ നോ? യാ, പലർക്കും അതിവിടെ എഴുതാൻ മടിയാ. അയ്യോ, എന്നെ പറ്റി ഇനി അങ്ങനെ ചിന്തിക്കും. ഇവിടെ നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന പണിയല്ല, അവനവന്റെ ചിന്തകൾ, അവനവന്റെ കാര്യങ്ങൾ നോക്കുന്ന പണിയാ. ഓക്കെ, ശരിയല്ലേ? ഇതെടുത്ത് നോക്ക്, അതിപ്പോഴും ഇല്ലേ? മനസ്സിലാവുണ്ടോ? അതിപ്പോഴും ഇല്ലേ നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ലൈഫിൽ ഇപ്പോഴും ചൂടൻ. ഷാഫി പറയുന്നത് ഭയങ്കര ചൂടനാണ്. ഇപ്പോഴും ആ ചൂടനാണ്. ഇപ്പോഴും കൂടുതൽ പരാതി കേൾക്കുന്നതാണ്, ഭയങ്കര വാശിക്കാരൻ. അതേ സ്വഭാവം എപ്പോഴും കാണിക്കുന്നതാണ്. ദേഷ്യം വന്ന് നോക്കണം, സ്ട്രെസ് വന്ന് നോക്കണം, ആ പഴയ വാശി കാണാം, പഴയ ചൂടത്തരം കാണാം, പഴയ അല്ലെ, ഇവരെ സിന്നർ എന്നുള്ള രീതിയിൽ നീ തെറ്റ് ചെയ്തവനാണ്.
ഓക്കെ. സോ അങ്ങനെ പല രീതിയിലുള്ള ഇമേജ്, ആ ഇമേജ് നമ്മുടെ ഉള്ളിലുണ്ട്. കാലാകാലം നമ്മൾ ആ ഇമേജ് കൊണ്ട് നടക്കണം. അതാണ് നമ്മുടെ ഐഡന്റിറ്റി ആയി മാറി. നമ്മളുടെ പേര് പോലെ, അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് പോലെ സിന്നർ എന്നുള്ള ഫീലിംഗ് ഇപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുന്നു. ഐ ആം എ സിന്നർ, 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 ഐ ആം എ സിന്നർ. യെസ് ഖാദർജി, നമ്മുടെ ഉള്ളിൽ അന്ന് അവർ തേച്ച് തന്നിട്ടുള്ള, ഇട്ട് തന്നിരിക്കുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിൽ. യെസ്, ഇടയ്ക്ക് ദേഷ്യം വരുന്നു. ദേഷ്യക്കാരി ചൂടൻ 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 ചൂടൻ. എത്ര കാലമായി കേൾക്കുന്നു, ഇപ്പോഴും കേൾക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു എനിക്കിനി എന്നെ മാറ്റാൻ കഴിയില്ല, ഞാൻ ഇങ്ങനെയാണ്, ദിസ് ഈസ് ഹു ഐ ആം, ഞാൻ ഇതാണ്, എനിക്കിനി മാറ്റാൻ കഴിയില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്താ ഇങ്ങനെ, എന്നിട്ട് സ്വയം വെറുക്കുന്നു. ഞാൻ സിന്നറാണ്, ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ സിന്നറായി പോയല്ലോ. കാരണം നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്നത് നമ്മളായിത്തീരും. നമ്മൾ പഠിച്ചതാണ് സ്വർണം. നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കുന്നത് നമ്മളായിത്തീരും. പണ്ട് തണുപ്പനായിരുന്നു, ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് പോകുന്നു. തണുപ്പൻ 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 കേട്ട് സാഹചര്യത്തിനനുസരിച്ച് പോകുന്നു. അതായത് ചൂടാവേണ്ടടുത്ത് ചൂടാവുന്നു. അപ്പൊ അന്ന് തണുപ്പനായിക്കൊണ്ടെന്ന് വെച്ചാൽ ചൂടാവണം എന്നൊരു തോന്നലുണ്ടായി. ചൂടനാവണം കുറച്ചൊക്കെ എന്നൊരു തോന്നലുണ്ടായപ്പോൾ ചൂടനായി മാറും. അങ്ങനെ ചൂടൻ ചൂടൻ ചൂടനാവണം 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 എന്ന വിശ്വാസം വന്നു, തിങ്കിങ് വന്നു. അപ്പൊ നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഇമേജസ് ഉണ്ട്. ആ ഇമേജസ് ഒക്കെ സംഭവിക്കുക, അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും. ബിക്കോസ് വി ബിലീവ് ദാറ്റ് എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല, എനിക്ക് മടിയാണ്, എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്ക് തുടർച്ചയില്ല, എനിക്ക് സംഗതികളില്ല, കാര്യങ്ങളില്ല. ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം വേണ്ടത്. ഇതൊരു പാറ്റേൺ ആണ്, ഇതൊരു ബിലീഫാണ്, ഇത് നമുക്കൊരു പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചൊന്ന് നമ്മളുടെ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഫോഴ്സ് ചെയ്യണം. കുറച്ച് നോർമലി ഫോഴ്സ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്കത് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. ഒരു മെത്തേഡ് എന്താ, ഫോഴ്സിങ്. ഫോഴ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഫോഴ്സ് ചെയ്യുന്നു, ഞാനിത് ബ്രേക്ക് ചെയ്യാൻ പോയിട്ട് രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചിട്ട് ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, വേറെ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നു. അപ്പൊ അവിടെ നമുക്ക് എന്താ പ്രശ്നം, ഇടയ്ക്ക് നമുക്ക് ഡൗൺ ആവും. നെഗറ്റീവ് എനർജിയാണ് അവിടെ ഫോഴ്സ് എതിരായിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വല്ലാണ്ട് ഫോഴ്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പറയണം. അപ്പൊ അതൊരു നെഗറ്റീവ് എനർജിയാണ്, ഫോഴ്സ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നമ്മളോട് വെറുത്തിട്ട് മടുത്തിട്ടാ പറയുന്നത്, മതിയായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യണം. പക്ഷെ അതിന് ഒരുപാട് എനർജി ആവശ്യമാണ്. അതിലിടയ്ക്ക് പരാജയം ഉണ്ടായേക്കാം. അങ്ങനെ വിജയിച്ചിട്ട് നമുക്ക് വരുമ്പോൾ നമുക്ക് അഹങ്കാരം ഉണ്ടാവും. അതിന് പകരം നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ വി ജസ്റ്റ് അക്സെപ്റ്റ്. ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ യു അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. യെസ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നു. എനിക്കറിയാം എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ഐ ഫീൽ ബാഡ് അബൌട്ട് ദാറ്റ്. ഐ എം നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ്. ഞാൻ പ്രൗഡ് അല്ല. എനിക്കതിൽ വലിയ വിഷമമുണ്ട്. പക്ഷെ ഞാനല്ല അതിന്റെ തെറ്റുകാരൻ. എനിക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ്, പ്രയാസങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്, എന്നെ കുറ്റപ്പെടുത്തിയതാണ്, എന്നെ ഒറ്റപ്പെടുത്തിയതാണ്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ഞാൻ ഏറ്റെടുക്കുന്നു. ഇനി എനിക്ക് എന്നെ സഹായിക്കാൻ വേറെ ആർക്കും കഴിയില്ല, എനിക്കല്ലാതെ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അവർ കുറ്റപ്പെടുത്തി, യുവർ എ സിന്നർ എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ യുവർ എ ബാഡ് പേഴ്സൺ, നിങ്ങളൊരു ചൂടനാണ്, ദേഷ്യക്കാരാണ്, കാര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോ അതെ, സുബേദമ്മ പറയുന്നു പൊതുവെ സമാധാനമാണ്, പക്ഷെ ഇടയ്ക്ക് കൺട്രോൾ വിടും. ആ ഇടയ്ക്ക് കൺട്രോൾ വിടുന്ന ആള്, ആ ഇമേജ് ഉണ്ട്. ഇടയ്ക്ക് കൺട്രോൾ വിടുന്നുള്ള ഇമേജാണ് ഇപ്പോൾ ഉള്ള ഇമേജ്. അപ്പൊ ഇടയ്ക്ക് എന്തായാലും കൺട്രോൾ പോകും. കാരണം എന്താ, ഉള്ളിൽ എന്താ ഉള്ളത്, ഇടയ്ക്ക് കൺട്രോൾ പോകും. ഇടയ്ക്ക് ചൂടനാണ്, പൊതുവെ ശാന്തമാണ്, പക്ഷെ ഇടയ്ക്ക് ചൂട്. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും വരും. പൊതുവെ ചൂടനുള്ള ആൾക്കാർ പൊതുവെ ചൂടനായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ അവർക്ക് കണ്ടിന്യൂസ്ലി ചൂടുണ്ടാവും. ഇടയ്ക്കിടയ്ക്കുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്കുണ്ടാവും. കാരണം അതാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് വീടിന് പുറത്തോട്ട് ഇറങ്ങാത്തത് കൊണ്ട് വാപ്പ ചീത്ത പറഞ്ഞു. ഇപ്പോൾ 4 രാജ്യം കണ്ടു കഴിഞ്ഞ് പുതിയത് നോക്കുന്നു. വെരി ഗുഡ്. ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു ഹാപ്പി? ഇപ്പോഴും ആർ യു ഹാപ്പി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മൾ അന്ന്
വീടിന് പുറത്തിറങ്ങാത്തത് കൊണ്ട് വാപ്പ ചീത്ത പറഞ്ഞു, ഒരുപാട് ചീത്ത പറഞ്ഞു. ആ ചീത്ത പറഞ്ഞതുകൊണ്ട് കുറച്ച് ഗുണമുണ്ടായി, പുറത്തിറങ്ങി. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്ര പോയില്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി അല്ലാതാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കും, യാത്ര പോകുമ്പോഴും ഹാപ്പി ആവണം, യാത്ര പോയില്ലെങ്കിലും ഹാപ്പി ആവണം, വീട്ടിലിരിക്കുമ്പോഴും ഹാപ്പി ആകാൻ പറ്റും. കാരണം നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഉടനെ നിങ്ങൾക്ക് ആ ബാപ്പാന്റെ ചീത്ത വിളിക്കുന്നത്, അല്ലെങ്കിൽ ബാപ്പാന്റെ ആ ഒരു എന്താ പറയുക, ഞാൻ പുറത്തിറങ്ങാത്തവൻ, ഞാൻ ഒന്ന് തണുപ്പൻ 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 എന്ന ആ ഇമേജിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇമേജ് വീണ്ടും മനസ്സിലേക്ക് വരികയാണ്. ആ ഇമേജ് നിങ്ങൾ വീണ്ടും നിങ്ങൾ അറിയാതെ അൺകോൺഷ്യസ്ലി ഒരു വല്ലാത്തൊരു വിഷമം. ആ ഇമേജ് ഒന്നും വരണമെന്നില്ല, ആ ഒരു അവസ്ഥ ട്രിഗർ ചെയ്യും. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ആ അവസ്ഥ ട്രിഗർ ചെയ്യും. അങ്ങനെ ട്രിഗർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. ഒരു വല്ലാത്തൊരു അപ്പൊ നിങ്ങൾക്ക് യാത്ര പോകാം. അങ്ങനെയാണ് കുറെ ആൾക്കാർ യാത്ര പോകുന്ന ആൾക്കാരായി മാറിയത്. അപ്പോ അവൻ അങ്ങനെ ആയിപ്പോയില്ലേ, വെറുപ്പും വാശിയും ഉണ്ടാവും, ഇതുപോലുള്ള സംസാരമേ കേൾക്കാറുള്ളൂ. അവൻ അങ്ങനെ ആയിപ്പോയില്ലേ, ഇല്ലേ, അംഗവൈകല്യോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക പരിമിതികൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ദേ ഗോ ത്രൂ എ ലോട്ട് ഓഫ് ട്രോമ. അവര് ഒരുപാട് ഇതേപോലെ എന്ന് വെച്ചാൽ എല്ലാവരും അപ്പൊ നമ്മൾ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നമ്മളെ സ്നേഹിക്കണം. ഇനി വേറെ ആരും വന്നിട്ട് സ്നേഹിക്കും. അപ്പൊ ഹീലിംഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അക്സെപ്റ്റിംഗ് യുവർ സെൽഫ്. നമുക്ക് നമ്മളുടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഇനി ചില ആൾക്കാരുടെ ഒരു കാര്യം എന്താണെന്ന് അറിയോ, എനിക്ക് ചില ആൾക്കാർ തെറ്റുകൾ ചെയ്യുന്ന ശ്രദ്ധിച്ചറിയാം. അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്, അവർ വെറുതെ ഇരിക്കുമ്പോൾ കാണാം. ചില ആൾക്കാർ പോൺ വീഡിയോസ് കാണും, വെറുതെ ഇരിക്കും, ഒരു ജോലി ചെയ്യാതെ ഒറ്റയ്ക്ക് ഇരിക്കും, പോൺ വീഡിയോസ് കാണാം. അല്ലെങ്കിൽ എന്താ പറയാ, മറ്റുള്ള ദുശീലങ്ങൾ, സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. അവർ ഒറ്റയ്ക്ക് ആയിരുന്നു കഴിഞ്ഞാൽ കുഴപ്പം. വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പം. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒറ്റയ്ക്ക് റൂമിൽ വീട്ടിലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്താ കാര്യം? നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ട സമയത്ത് നിങ്ങൾ വല്ലാണ്ട് സ്ട്രെസ്സിലായിരുന്നു. അപ്പൊ നിങ്ങൾ ഒറ്റപ്പെടലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും? നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും സ്ട്രെസ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ചില ആൾക്കാർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നില്ല, ഈ പ്രശ്നമാണ്. ക്ലിയർ ആണോ? ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റയ്ക്ക് ഇരിക്കാത്ത സമയത്ത് ഇവർ കാണുന്ന ശകി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ആ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരുമില്ല വീട്ടിൽ, ഇവർ ഒറ്റയ്ക്കാണ്. ഇവർ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും, തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും, തെറ്റായ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് താൽക്കാലിക പ്ലഷർ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല, വെറുതെ ഇരിക്കാൻ കഴിയില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല. കാരണം വെറുതെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ചിലപ്പോൾ കമാൻഡ് കിട്ടുന്നത് വെറുതെ ഇരിക്കുകയാണോ, വെറുതെ ഇരുന്ന് സമയം കളയാണ്. വെറുതെ ഇരുന്നത് ഒരു സ്ട്രെസ്ഫുൾ, പേടിപ്പെടുത്തുന്ന, ശരിയല്ല, തെറ്റായിരുന്നു, വെറുതെ ഇരിക്കാൻ പാടില്ല എന്നൊരു പാഠം ചെറുപ്പത്തിൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ഉണ്ടായിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളപ്പോ വെറുതെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ബോഡിയിൽ എന്താ ഫീലിംഗ് എന്ന് വെച്ചാൽ, മെമ്മറി, നീ എപ്പോ വെറുതെ ഇരുന്നോ അപ്പോൾ നിന്റെ പഴയ അനുഭവം വെച്ചിട്ട് നീ തെറ്റാണ് ചെയ്യുന്നത്, വെറുതെ ഇരുന്നാൽ നിനക്ക് എപ്പോ വേണമെങ്കിലും ചീത്ത കേൾക്കാം എന്നത് ബോഡിക്ക് ട്രിഗർ ആവുക അൺകോൺഷ്യസ്ലി. കാരണം ട്രിഗറിങ് എന്ന് പറയുന്നത് നമ്മൾ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നുവോ ആ അവസ്ഥയിൽ ശരീരം ട്രിഗർ ചെയ്യും. നമുക്ക് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണം, നമുക്ക് അറിയില്ല നമ്മൾ എന്തെങ്ങനെയാവുന്നത്. അപ്പൊ മനുഷ്യന് വെറുതെ ഇരിക്കുക, അങ്ങനെ ഒരു ട്രോമ ഉണ്ട് കുറെ ആൾക്കാർക്ക്. വെറുതെ ഇരുന്നതിന്റെ പേരിൽ കുറേ വഴക്ക് കേട്ടിട്ടുണ്ട്. കുറച്ചുനേരം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അത് ക്ലീൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. അടുത്തത്, ചില ആൾക്കാർക്ക് ട്രോമ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? വെറുതെ ഇരുന്നതിന്റെ ബേസ് ചെയ്തിട്ട്. ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ട്രോമ കിട്ടിയിരിക്കുന്നത് ഇതേപോലെ അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. കാരണം ഒറ്റപ്പെടൽ, അവരെ ഉപേക്ഷിച്ചു, അവരൊറ്റപ്പെട്ടു, അവരെ ഏതൊരു ലൈക്കിനോ റിലേറ്റീവിന്റെ വീട്ടിലാക്കിയിട്ട് അവർ പോയി. അപ്പോൾ നമുക്ക് അവിടെ എന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ച്നെസ് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചില്ല, ഒറ്റപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ഉണ്ട്. ഈ ഒറ്റപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ സ്ട്രെസ്സാണ്. കാരണം നമ്മുടെ അനുഭവം എന്തായിരുന്നു? ഇവരെന്തായിരുന്നു ഉപേക്ഷിച്ച് പോയേ. ആ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താ, എന്നെ സ്നേഹിച്ചില്ല, എന്നെ ഉപേക്ഷിച്ചില്ല, എന്നെ കളിക്കാൻ കൂട്ടിയില്ല,
അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു. ഈ ഒറ്റപ്പെടുത്തുന്ന ആ ഒരു അനുഭവം എന്താണ്? ഒറ്റപ്പെടൽ എന്നെ ഉപേക്ഷിച്ചു, എന്നെ അവോയ്ഡ് ചെയ്തു, എന്നെ നെഗ്ലക്ട് ചെയ്തു, എന്നെ വാല്യൂ തന്നില്ല. ഈ സംഗതികളൊക്കെ വരുമ്പോൾ ഇതൊക്കെ വരുന്ന ഒരു സാഹചര്യം എപ്പോൾ ഉണ്ടായോ അപ്പൊ നമുക്ക് ട്രിഗർ ആവും. അപ്പൊ ചില ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വല്ലാണ്ട് സിഗരറ്റ് വലിക്കും. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വല്ലാണ്ട്, കാരണം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഫീൽ സേഫ്. അവരുടെ ബോഡി സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആരും എടുത്തില്ല, സ്നേഹം കിട്ടുന്നില്ല എന്ന് കണ്ട അവരുടെ ബോഡി കംപ്ലീറ്റ്ലി വേറൊരു അവസ്ഥയിലേക്ക് പോകും. ഒരു ഒറ്റയ്ക്കാവുമ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ സകല ദുഷിക്കും. They cannot live alone. They go through that stressful situations. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല് നമുക്ക് ഇതാണ് ഇങ്ങനെയുള്ള നമ്മൾ, അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്, അതുകൊണ്ടാണ് നമുക്ക് പേടി വരുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ആങ്സൈറ്റി വരുന്നത്. കാരണം ബോഡിക്ക് ഇത് ട്രിഗർ ആവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എത്തേണ്ട ഗോൾ എന്താ വെച്ചാൽ ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ സേഫ് ആണ് എന്നൊരു ഗോളിലേക്ക് എത്തണം. നമ്മുടെ ബോഡിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കും. ആ ബോഡിക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക? ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തിട്ട്, അതാണ് നമ്മൾ ടാപ്പിംഗ് കോഴ്സിൽ ഹീലിംഗിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇൻ ഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ടാപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്ന സമയത്ത് EFT, ഈ ടാപ്പിംഗ് എന്ന് പറയുന്നത് എനർജി പോയിന്റ്സ് ആണ്. നമ്മളുടെ ട്രോമാസ് നമ്മൾ ഏത് അവയവത്തിനെ ബേസ് ചെയ്തിട്ടും ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ, ഏത് ട്രോമയാണോ ഏത് ഭാഗത്താണോ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്, ആ സ്റ്റോർ ചെയ്ത് കിടക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രോമ ട്രിഗർ ആവുകയും ആ ട്രോമ എന്ത് ചെയ്യും, ആ ഒരു ഓപ്പൺ അപ്പ് ആവും. ആ ട്രോമ ഓപ്പൺ അപ്പ് ആവും. എന്തിന്? അതിപ്പോ ക്ലോസ് ആയിട്ട് കിടക്കുക, അത് ഓപ്പൺ അപ്പ് ആവും. അത് ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓപ്പൺ അപ്പ് ആവും. ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞാൽ നേരെ അതിൽ നിന്ന് വേണ്ടാത്തത് എടുത്ത് കളയാം, നല്ലത് കൊടുക്കുകയും ചെയ്യാം. നമുക്കിപ്പോൾ അവിടെ ഒരു ഓർമ്മയുണ്ട്, മെമ്മറി ഉണ്ട്, ഒരു അനുഭവത്തിനെ ബേസ് ചെയ്തിട്ട്. ആ മെമ്മറി കിടക്കുന്നത് എന്താ വെച്ചാൽ എന്നെ സ്നേഹിച്ചില്ല. തുറന്നു കിടക്കുമ്പോൾ അതിനുള്ളിൽ എന്താ ഉള്ളത്? എന്നെ സ്നേഹിച്ചില്ല, എന്നെ ചതിച്ചു, എന്നെ ഒറ്റപ്പെടുത്തി, ഞാനിപ്പോ സേഫ് അല്ല, ഞാൻ സേഫ് അല്ല, ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ സേഫ് അല്ല, ഞാൻ ഒറ്റയ്ക്ക് ആയി ഇപ്പൊ സേഫ് അല്ല, ഞാൻ ബോറടി വെറുതെ ഇരുന്നപ്പോൾ ഞാൻ സേഫ് അല്ല. മനസ്സിലായോ? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അവൻ അങ്ങനെ ആയി പോയില്ല, അവന്റെ അവസ്ഥ അതല്ലേ, അപ്പൊ അവൻ വീക്കല്ലേ, അവനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അല്ലെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അവൾക്ക് ഭയങ്കര ദേഷ്യമല്ലേ, ഇങ്ങനത്തെ കുറെ സാധനം. ചൂടത്തിയാണ്, ചൂടനാണ്, ദേഷ്യക്കാരനാണ്, വാശിക്കാരനാണ്, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കിടക്കുന്നത്. ഇതങ്ങനെ എടുത്തു മാറ്റണം. അതങ്ങ് എടുത്ത് മാറ്റിയിട്ട് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ്സ് ഓക്കെ, ഞാൻ സേഫാണ്, എന്റെ ശരീരം സേഫാണ്, ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ എനിക്ക് കഴിവുള്ള ആളാണ്, ഞാൻ സമാധാനമുള്ള ആളാണ്, ഞാൻ നല്ല വ്യക്തിയാണ്. ഈ സാധനങ്ങൾ ഇവിടെ നടക്കണം. ഇതിവിടെ നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സേഫായി. നിങ്ങളുടെ മീനിങ് ചേഞ്ച് ആയി. ആ മെമ്മറിയിലെ, ഓർമ്മയിലെ മീനിങ് ചേഞ്ച് ആയി. നിങ്ങളുടെ ഉള്ളിൽ മാറ്റമുണ്ടായി. നിങ്ങളുടെ പ്രോഗ്രാമിംഗ് നടന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ബിലീഫ് എന്താണ്? ഐ ആം സേഫ്, ഐ ആം ഗുഡ്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്റ്റക്ക് ആവുന്നുണ്ടോ? യെസ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള ഇമേജസ് എന്താണ്? ആ ഒരു ഇതിനുള്ളിൽ സ്വാതന്ത്ര്യം കിട്ടിയാൽ ഒന്ന് ആഘോഷിക്കാം എന്ന വിചാരത്തിലും ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവില്ലേ? എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞാൽ ഒന്ന് ആഘോഷിക്കും. എന്തുകൊണ്ട്? എന്തിനാ അങ്ങനെ ആഘോഷിക്കണം? എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു? അല്ലെങ്കിൽ എന്താ സ്വാതന്ത്ര്യമില്ലേ? അതാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ട്രോമയുടെ ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ആൾക്കാരെ നിയന്ത്രിച്ചു. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, കാരണം നിനക്ക് ശാരീരിക വൈകല്യമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് പരിമിതികളുണ്ട്, നീ ശ്രദ്ധിക്കണം, നീ അത് പോകാൻ പാടില്ല, നീ ഇത് പോകാൻ പാടില്ല, ബാക്കിയുള്ളവരെ പോലെ അല്ല. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നീ പെണ്ണാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ്? അവർക്ക് ഏറ്റവും ഉള്ളിലുള്ള പെയിൻ എന്താ? എന്നെ ഒന്നിനും ചെയ്യാൻ സമ്മതിച്ചില്ല, എനിക്കൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ അവർക്ക് എപ്പോൾ അവസരം കിട്ടിയോ അവർ അപ്പ കയറിയിട്ട് എന്ത് ചെയ്യും? ആഘോഷിക്കും, ആഘോഷമാക്കും. ഒരു ബൗണ്ടറി ഉണ്ടാവില്ല, മാക്സിമം ലെവലിൽ ചെയ്യും. അതുകൊണ്ടാണ് ചില ആൾക്കാർ എന്ന് വെച്ചാൽ മദ്യം കഴിക്കുമ്പോൾ ഓവറായിട്ട് മദ്യം കഴിക്കും, ഓവറായിട്ട് വഷളാകും. ചില ആൾക്കാർ, ഞാൻ പറയുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ, ഓരോ സിറ്റുവേഷൻസിൽ വരുമ്പോൾ അവര് ആഘോഷിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഷഹീർ പറയും ടാപ്പിംഗ് സൂപ്പറാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള്
നമ്മളുടെ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് കരകയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഏത് പ്രശ്നമായിക്കോട്ടെ, ആ പ്രശ്നത്തെ നമുക്ക് ഹീൽ ചെയ്യാൻ നമുക്ക് ഈ ഒരു ടാപ്പിംഗ് എന്ന് പറയുന്ന സൊല്യൂഷൻ പറ്റും. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ സംഗതി വെച്ചിട്ട് ചില ആൾക്കാർക്ക് വല്ലാണ്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഓവറാണ്, അവർക്ക് യാതൊരു ബൗണ്ടറി ഉണ്ടാവും, അവർ ഒറ്റയ്ക്ക് ആഘോഷിക്കും, വല്ലാണ്ട് ഇമോഷണലി വല്ലാണ്ട് എൻജോയ് ചെയ്യും, ബിക്കോസ് ദേ വർ കൺട്രോൾഡ് ലൈക്ക്. സോ വെൻ എവർ ദേ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, എ സേഫ് സ്പേസ്, അവർക്ക് ആഘോഷിക്കാമെന്ന് തോന്നുന്ന ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് ആഘോഷിക്കും. അത് ചില ആൾക്കാർ അൺഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോകും, അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകും, അൺഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളിലേക്ക് പോകും, ആരോഗ്യമല്ലാത്ത ബന്ധങ്ങളിലേക്ക്, ശീലങ്ങളിലേക്ക്, സ്വഭാവത്തിലേക്ക്, പെരുമാറ്റത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കും. ചെറിയ വഴക്കുണ്ടാകുന്ന കാര്യമൊക്കെ ഭയങ്കര വലിയ വഴക്കാക്കി അങ്ങ് മാറ്റും. കാരണം അവിടെ പവർ ഫീൽ ചെയ്യുന്നിടത്ത്, എവിടെയാണ് പവർ ഫീൽ ചെയ്യുന്നത് അവരെ കയറിയിട്ട് അങ്ങോട്ട് മേയും, ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ സംസാരിക്കും. എവിടെയാണ് നമുക്ക് പവർ കിട്ടുന്നുണ്ട്, സ്വാതന്ത്ര്യം കിട്ടുന്നു തോന്നി കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കും, അല്ലാണ്ട് എങ്ങോട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കും. ഇപ്പം ഭർത്താവിന്റെ അടുത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് ഭയങ്കരമായിട്ട്, മക്കളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി, കാരണം അവിടെ പവർഫുൾ ആണ്, അവിടെ വേറെ ആരും എന്നെ കൺട്രോൾ ചെയ്യാൻ. സോ ഇതിന്റെ കാരണം എന്താ, ചെറുപ്പത്തിൽ ഒരുപാട് കൺട്രോൾ കിട്ടും. അപ്പൊ ഈ കൺട്രോൾ കിട്ടിയ വേദനിച്ച കുട്ടി ഉണ്ടല്ലോ, അതിപ്പോഴും സമാധാനത്തിലല്ല. ആ കുട്ടിയെ സമാധാനിപ്പിക്കും, ആ കുട്ടിയെ നമുക്ക് സമാധാനിപ്പിക്കണം. അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? യെസ്, മനസ്സിലായിട്ടുള്ള ആൾക്കാർ എല്ലാവരും കമന്റ് ചെയ്ത് ജസ്റ്റ് കമന്റ് ഔട്ട് ഐ അണ്ടർസ്റ്റുഡ് എന്നുള്ളതിനെന്ന് വെച്ചാൽ ഐ യു എന്ന് കമന്റ് ചെയ്യുക. ഐ യു എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ ഐ യു. ഓക്കെ. ഹൈപ്പർ ആക്റ്റീവ് ആയവരെ എങ്ങനെ മാനേജ് ചെയ്യാം? ഷവി, ഹൈപ്പർ ആക്റ്റീവ് ആവുന്നതൊക്കെ ഇതേപോലുള്ള സംഗതികളാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്താൽ മതി. അപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹീലിംഗിലേക്ക് വന്ന് അവർ കാമായി വരും. എന്തുകൊണ്ട് അവർ ഹൈപ്പർ ആക്റ്റീവ് ആവും? അതും ഇതേപോലുള്ള പ്രതിഷേധങ്ങളാണ്, ഫ്രസ്ട്രേഷൻസ് ആണ്. ഓക്കെ. അപ്പൊ അവർക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ മനസ്സിലൊരു സമാധാനത്തിലേക്ക് എത്തണം. അവരുടെ മനസ്സിൽ സമാധാനത്തിലല്ല, അവർ ഭയങ്കര പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടില്ല. കാരണം അവരൊരുപാട് അടങ്ങിയിരി. അവർക്ക് എങ്ങനെ ഇരിക്കാൻ കഴിയും? അവരൊരുപാട് കുറ്റപ്പെടുത്തലുകൾ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്, അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്റെ കുട്ടി ഇങ്ങനെയാണ്. അപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് അക്സെപ്റ്റ് ദം. ഇറ്റ്സ് ഓക്കെ. ഇതാണ് ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള വേർഡ്. എന്താണ്? ഇറ്റ്സ് ഓക്കെ, സാരമില്ല. അത് നമ്മളോട് പറയേണ്ട വേർഡാണ്, അതേപോലെ മറ്റുള്ളവരോട് പറയേണ്ട വേർഡാണ്. ഇറ്റ്സ് ഓക്കെ. ശരിയാവും. ഇറ്റ്സ് ഓക്കെ. നമുക്ക് കിട്ടാതിരുന്നത് ഇതായിരുന്നു. സോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചത് ഇതായിരുന്നു. സോ യാ ശരിയാണോ? യെസ് ഓർ നോ? യാ ഐ നീഡ് ഹെൽപ്പ്. എനിക്ക് ഹെൽപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്ത് ജസ്റ്റ് കമന്റ് ചെയ്തു. ഡു യു വാണ്ട് ഹെൽപ്പ്? ഒന്ന് ഹെൽപ്പ് വേണോ? INH കമന്റ് ചെയ്യുക. INH, ഐ നീഡ് ഹെൽപ്പ്. INH, ജസ്റ്റ് കമന്റ് ഡൗൺ INH. ഇഫ് യു നീഡ് ഹെൽപ്പ്. ഓക്കെ. അപ്പൊ നമ്മൾ വേണ്ടത് സ്നേഹത്തിന്റെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? EFT, നമ്മുടെ EFT കോഴ്സ് എന്തായാലും നിങ്ങൾ വരിക. EFT കോഴ്സിൽ ഇത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യും? ഈ ടാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ചെയ്തിട്ട് ടാപ്പിങ്ങിലൂടെ നമ്മൾ ഇത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഇന്നർ ചൈൽഡ് എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് അത് എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? ഓക്കെ. ഇന്നർ ചൈൽഡ് ഗോണ്ട് ചെയ്യപ്പെട്ടത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെഗ്ലക്ട്. ഇമോഷണൽ ഓർ ഫിസിക്കലി ഒരു നമ്മൾ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഇമോഷണലിയോ നെഗ്ലക്ട് ചെയ്യപ്പെട്ടു. അതായത് എന്നെ പരിഗണിച്ചില്ല, എന്നെ വാല്യൂ കൽപ്പിച്ചില്ല, എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ക്രിറ്റിസിസം ഓർ ഷെയിം. യു ആർ നോട്ട്, നീ നല്ലതല്ല, നീ നല്ല കുട്ടിയല്ല, നിന്നെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ നീ നോക്ക്, നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ വേണ്ട. എത്ര അമ്മായിമാരും അങ്കിളുമാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡയലോഗ്. യെസ് ഓർ നോ? അല്ലേ? ഒരു ചാൻസ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചേനെ. ശരിയാണോ? അല്ലേ? ഇപ്പോഴും അവരോട് നമുക്ക് എന്തുണ്ടാകുമല്ലോ, അല്ലെ? അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവും. പറഞ്ഞില്ല, നിന്നെ തവിട് പിടിച്ച് വാങ്ങിച്ചതാണ്, നിന്നെ അഴുക്ക് ചാലിൽ ഒഴുകി വന്നപ്പോൾ നിന്നെ കിട്ടിയതാണ്, തോട്ടിലെ വെള്ളത്തിലൂടെ ഒഴുകി വന്നപ്പം കിട്ടിയതാണ്. എന്തെല്ലാം വാക്കുകൾ അവരൊക്കെ പറഞ്ഞത്. ഇവർക്ക് അതൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പക്ഷെ നമുക്കത് നമ്മുടെ ലൈഫിനെ തന്നെ ബാധിച്ചു കളഞ്ഞു, നമ്മുടെ ലൈഫിനെ തന്നെ തകർത്ത് കളഞ്ഞു.
നമ്മൾ ഇന്നും ആ ഒരു വിഷമത്തിൽ, ആ പ്രയാസത്തിൽ എന്ത് ചെയ്യാണ്? നിന്നെ തോട്ടിൽ നിന്ന് കിട്ടിയതാണ്. ആ ഒരൊറ്റ വാക്കുകൾ, അത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ ഇന്നും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാണ്? നമ്മൾ വാല്യൂ ഇല്ല, നമ്മൾ നല്ലതല്ല, നമ്മൾ പോരാ എന്ന ഒരു ബിലീഫ് നമ്മളിൽ അന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെങ്ങനെ ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ? അവരുടെ മുഖങ്ങൾ നമുക്കറിയാം. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തിട്ട് ഹീൽ ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. ആ ദേഷ്യവും ആ വിഷമവും ആ സങ്കടവും ആ ബുദ്ധിമുട്ടും ആ പെയിനോ നെഗറ്റീവ് ഇമേജസും എല്ലാം മാഞ്ഞു പോകണം. നമുക്കറിയാം, നമ്മുടെ ലോജിക്കലി നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഇമോഷൻ അവിടെ കിടക്കുന്നുണ്ട്, അതിന്റെ വികാരം അവിടെ കിടക്കുന്നുണ്ട്, ആ സങ്കടം അവിടെ എപ്പോഴും കിടക്കുന്നുണ്ട്. ആ സങ്കടം എടുത്ത് കളയണം. മനസ്സിലാവുന്നുണ്ടോ? നീ ഭംഗിയില്ല, നീ കറുത്തതാണ്, നീ നിറമില്ല, നീ നോക്ക്. ഉം നിനക്ക് അച്ഛന് നിന്നെ ഇഷ്ടമല്ല, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല. എന്തെല്ലാം വാക്കുകളാ! അവളെയാണ് ഇഷ്ടം കൂടുതൽ, അവനെയാണ് ഇഷ്ടം കൂടുതൽ, എന്തെല്ലാം രീതിയിൽ അവർ നമ്മുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ചു, കുഞ്ഞുകുട്ടിയായിട്ടുള്ള നമ്മുടെ മനസ്സിലേക്ക്. അതാണ് നമുക്ക് ഇന്ന് മറ്റുള്ളവരെയും വിശ്വാസമില്ല, ആരെയും വിശ്വാസമില്ലാത്ത, വിശ്വസിക്കാൻ കഴിയില്ല, മറ്റുള്ളവരെ സംശയിക്കുന്ന, സ്വന്തം ജീവിത പങ്കാളിയെ സംശയിക്കുന്ന, സ്വന്തം ജീവിത പങ്കാളിയോട് വഴക്ക് കൂടുന്ന, സ്വന്തം ജീവിത പങ്കാളിയെ, നമുക്കറിയാം നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമുക്കറിയാം നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്കറിയാം നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്കെല്ലാം അറിയാം. എങ്കിൽ പോലും നമുക്ക് ചില നേരത്തുള്ള സംഗതികൾ വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ തന്നെ തകർന്നു പോകും, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എല്ലാം പ്രശ്നങ്ങളാവും. സോ വി ലൂസ് എവറിത്തിങ്. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മളോട് ചിന്തിക്കുന്നു, ഞാൻ എന്താ ഇങ്ങനെ? സോ ഈ ഒരു പെയിനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഈ പെയിൻ നമുക്ക് ക്ലിയർ ചെയ്തേ പറ്റൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നതാണെന്ന് വെച്ചാൽ, പിന്നെ അതേപോലെ അബാൻഡൻമെന്റ്, റിജക്ഷൻ. പാരന്റ്സ് ലീവ് ചെയ്യുക, വേറെ സ്ഥലത്ത് പോവുക, നമ്മൾ ഒറ്റക്കായി പോവുക. അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളോട് എന്ന് വെച്ചാൽ ഫേവറേറ്റിസം കാണിക്കുക, കുട്ടികളോട് കൂടുതൽ സ്നേഹിക്കുക. ചെറിയ കുട്ടിയായതിനെ എപ്പോഴും പറയാ, ചെറിയ കുട്ടിയല്ലേ അവൻ, ചെറിയ കുട്ടിയല്ലേ അവൾ, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ നമ്മളെന്താ ഈ പറഞ്ഞ പോലെ നമുക്കെന്നെ തോന്നും, ഞാൻ എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചാണ്, അല്ലെ? നമുക്ക് തോന്നിപ്പോ. കാരണം ഈ ഡയലോഗ് നമ്മൾ വേറെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചെറിയ കുട്ടിയല്ലേ, അല്ലെങ്കിൽ അവൻ വലിയ കുട്ടിയല്ലേ, അവൻ ആൺകുട്ടിയല്ലേ, ഉം? അവൻ ആൺകുട്ടിയാണ്, അവന് കൊടുക്കണം. പെൺകുട്ടിയാണ് നീ, നീ അടങ്ങി ഒതുങ്ങി നിൽക്കണം. അപ്പൊ എന്താ? ഇതാണ് ഫേവറിറ്റിസം. ആൻഡ് ലാക്ക് ഓഫ് വാലിഡേഷൻ. പ്രോപ്പർ ആയിട്ട് വാലിഡേറ്റ് ചെയ്തില്ല. നമ്മൾ പറയുന്ന സങ്കടങ്ങൾ പോയി പറഞ്ഞപ്പോൾ കേട്ടില്ല, സങ്കടങ്ങൾ പോയി പറഞ്ഞപ്പോൾ ഒന്ന് പോയാ എന്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ട്, നീ നിന്റെ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞിട്ട്, നീ ഒന്ന് പോയേ നിന്റെ പരാതി, ഒന്ന് പോയേ, എന്നോട് ഇപ്പൊ ഇത് പറഞ്ഞോട്ട് ഇവിടെ വരാൻ പാടില്ല എന്നുള്ള ഡയലോഗുകൾ കേട്ടു. അപ്പൊ നിങ്ങൾ വലിയ കാര്യം പോലെ ഒരു കാര്യം പറയാൻ പോയതാ, അപ്പൊ അത് കേട്ടില്ല. ഇങ്ങനത്തെ വിഷമങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഇപ്പൊ വരുന്നുണ്ടോ അതൊക്കെ പലതും, അല്ലെ? സോ അഫെക്ഷൻ കിട്ടിയില്ല, വേണ്ട രീതിയിൽ തലോടൽ കിട്ടിയില്ല, ഒരു കെട്ടിപ്പിടിച്ചില്ല. നിങ്ങൾ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ടാവും, എന്റെ അച്ഛൻ എന്റെ അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. സിനിമ കണ്ടപ്പോ, വീഡിയോ കണ്ടപ്പോ അതിൽ കണ്ടതുപോലെ എന്റെ അച്ഛനും അമ്മയും എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. എന്റെ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ല, എന്റെ അമ്മനെ സ്നേഹിച്ചിട്ടില്ല, എന്നെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല അവരുടെ സ്നേഹം. പക്ഷെ അതിന്റെ പേരിൽ ട്രോമ. ട്രോമ എന്താണ്? അബ്യൂസ്, ഫിയർ, ഇൻസ്റ്റബിലിറ്റി. പലതരത്തിലുള്ള ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാകാം. ഫിസിക്കൽ അബ്യൂസ് നിങ്ങൾക്ക് ട്രോമ വന്നിട്ടുണ്ടാകാം. പേടി വന്നിട്ടുള്ള അവസരങ്ങൾ, നിങ്ങളെ പേടിപ്പിച്ചു. ചില ആൾക്കാരുണ്ടല്ലേ, ചില കുട്ടികളുണ്ട്, പേടിപ്പിക്കും, വല്ലാതെ ചെറുപ്പത്തിൽ വല്ലാതെ പേടിപ്പിക്കും, ബന്ധുക്കൾ പേടിപ്പിക്കും, മറ്റുള്ളവർ പേടിപ്പിക്കും, കുട്ടികളെ പേടിപ്പിക്കും. വീട്ടിൽ റൂമിലിട്ടിട്ട് വാതിലടയ്ക്കുക, വല്ലാണ്ട് വാശി പിടിച്ചതിന് പേരിൽ വാതിലടയ്ക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഭക്ഷണം നൽകൂല എന്ന് പറയുക. പല രീതിയിലുള്ള പീഡനങ്ങൾ, ഫിസിക്കലായിട്ടുള്ള പീഡനങ്ങൾ, സെക്ഷൽ ആയിട്ട് കുട്ടി പീഡിപ്പിക്കപ്പെടുക, ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് സെക്ഷൽ ആയിട്ടുള്ള രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു. സോ ദീസ് എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് യുവർ ഇന്നർ ചൈൽഡ് ബിലീഫ്സ് ലൈക്ക് ഐ എം നോട്ട് ലവബിൾ. നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്നർ ബിലീഫ് എന്ത് ചെയ്യുന്നു? ഞാൻ ഞാൻ ഐ എം നോട്ട് ലവബിൾ, ഞാൻ ലവബിൾ അല്ല. ഇറ്റ്സ് നോട്ട് സേഫ് ടു എക്സ്പ്രസ് മൈസെൽഫ്. ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്ത് സേഫ് അല്ല. ഐ മസ്റ്റ് ബി പെർഫെക്റ്റ് ടു ബി അക്സെപ്റ്റഡ്. എനിക്ക് അക്സെപ്റ്റ് ആവണമെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. അങ്ങനെ ചില ആൾക്കാർക്ക് പെർഫെക്ഷനിസം ഡെവലപ്പ് ആവും. ചില ആൾക്കാർ ഭയങ്കര പെർഫെക്ഷനിസം ഡെവലപ്പ് ആവും. എന്താ കാര്യം? നമ്മൾ പെർഫെക്റ്റ് ആയാലേ എനിക്ക് സ്നേഹം കിട്ടുള്ളൂ. അപ്പൊ ഈ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യും. ദേഷ്യം പിടിക്കുന്നത് എന്തിനാ? സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. കരയുന്നത് എന്തിനാ? സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ചൂടാവുന്നത് എന്തിനാ? സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? സ്നേഹത്തിന് വേണ്ടിയിട്ട്. എല്ലാം പെർഫെക്റ്റ് ആവണം, എല്ലാം ഭംഗിയുള്ളതാവണം, എല്ലാം പെർഫെക്റ്റ് ആണ്. അങ്ങനെ പെർഫെക്ഷനിസം ഡെവലപ്പ്. എന്തെങ്കിലും ചെറിയൊരു കാര്യം പോരായ്മ വന്നാൽ പിന്നെ നമുക്ക് ദേഷ്യമാണ്, വിഷമമാണ്, സങ്കടമാണ്, പ്രശ്നമാണ്, നമുക്ക് സ്ട്രെസ്സാണ്. എന്താ കാര്യം? ആ ക്യാരക്ടർ ഡെവലപ്പ് ആയത് അങ്ങനെ ആവുമ്പോഴേ ഞാൻ കറക്റ്റ് ഉള്ളൂ, അങ്ങനെ ആവുമ്പോഴേ ഞാൻ നല്ലതുള്ളൂ, അങ്ങനെ ആവുമ്പോഴാണ് ഞാൻ മറ്റുള്ളവരുടെ കയ്യടി എനിക്ക് കിട്ടുള്ളൂ, അങ്ങനെ ആവുമ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ നല്ലത് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മോശമാണ്, അല്ലെങ്കിൽ ഞാൻ പോരാ. എത്ര പേർക്ക് മനസ്സിലായി? യെസ്, മനസ്സിലായോ?
മനസ്സിലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്നെ പറ്റി മാത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. യെസ്, എന്നെ പറ്റി, മീ 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 എന്ന് കമന്റ് ചെയ്ത്. എന്നെ പറ്റി എനിക്കുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നവരൊന്ന് കമന്റ് ചെയ്ത്. കമന്റ് ആവും. കമന്റ് ആണ് മീ 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 മീ. ഓക്കെ, അപ്പൊ ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ആരും വറീഡ് ആവേണ്ടതിന് സൊല്യൂഷൻ ഉണ്ട്. സോ ഇന്നർ ചൈൽഡ് നമുക്ക് നമ്മളെ എത്രത്തോളം ബാധിച്ചു എന്ന് തോന്നുന്നു വെച്ചാൽ നമുക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്ന ഈ ഡിഫെൻസീവ് ആകും. ആരെങ്കിലും നമ്മളൊരു ചെറിയൊരു കാര്യം പറയുമ്പോഴേക്കും, നമ്മളൊരു തെറ്റ് കണ്ടുപിടിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മളൊരു പോരായ്മ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം, നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. അതിനർത്ഥം എന്താണെന്നറിയോ? നമ്മൾ അത്രയ്ക്കും മുറിവേറ്റ ഒരാളാണ് ചെറുപ്പത്തിൽ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾക്ക് ദേഷ്യം വരിക, കൺട്രോൾ നഷ്ടപ്പെടുക, നമ്മളത് കുറ്റപ്പെടുത്തണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അത്രയും നമ്മൾ കുറ്റങ്ങൾ എടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് വിഷമം വല്ലാണ്ട് വരുന്നുണ്ട്. നമ്മൾ വല്ലാണ്ട് അതിനെ എതിർക്കണം, അതിന് 2 ഡയലോഗ് പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഓവർലി സെൻസിറ്റീവ് ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾക്ക് ആ ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ എപ്പോഴും അറ്റൻഷൻ വേണം, എപ്പോഴും ആള് നമ്മുടെ കൂടെ വേണം, എന്നെ നോക്കിക്കൊണ്ടിരിക്കണം, എന്നെ സ്നേഹിക്കണം. ചില സ്ത്രീകൾക്ക് ചില ഭർത്താവ് എന്നെ സ്നേഹിക്കണം. കോൺസ്റ്റന്റ് നീഡ് ഓഫ് അപ്രൂവൽ. 2 രീതിയിൽ വരും. തീരെ സ്നേഹം കിട്ടാത്തവർക്ക് എനിക്ക് എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോവോ എന്ന് പേടിയുണ്ടാവും. മാതാപിതാക്കളടുത്ത് സ്നേഹത്തിന്റെ പ്രശ്നം, വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ ട്രസ്റ്റ് ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കും. ചിലതെന്ന് വെച്ചാൽ വല്ലാണ്ട് ഓവർ സ്നേഹം കൊടുത്താൽ സ്നേഹം ആസ്വദിച്ച അഡിക്ഷൻ ആയിട്ട് എന്താ വെച്ചാൽ ഓവർ പാമ്പറിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്കും പ്രശ്നമുണ്ട്. വളർന്നു വലുതായി കഴിഞ്ഞാൽ ചെറിയൊരു കാര്യത്തിൽ ഭർത്താവ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം വരും. എന്നെ സ്നേഹിക്കുന്നില്ല പരാതി പറഞ്ഞു. അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടാണെങ്കിൽ ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഇട്ടേച്ച് പോകുന്നുള്ള പേടി. ചില ഭാര്യമാർ ചോദിക്കുന്നതാണ്, നിങ്ങൾ വേറെ കല്യാണം കഴിക്കും? ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ വേറെ കല്യാണം കഴിക്കും? ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു രസകരമായ ചോദ്യങ്ങളായിട്ട് ചില ആൾക്കാർ എടുക്കുന്നത്. പക്ഷെ അത് കേൾക്കുന്ന ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊരു രസമല്ലേ, അത് രസകരമായ ചോദ്യമല്ലേ, അത് തമാശയായിട്ടല്ലേ ഞാൻ ചോദിക്കുന്നത്? നോ, നിങ്ങൾ തമാശ കൊണ്ടല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരുപാട് തവണ ഉത്തരം പറഞ്ഞ ഉത്തരം വീണ്ടും എന്തിനാണ് കേൾക്കേണ്ടി വരുന്നത്? എന്തിനാ വീണ്ടും ചോദിക്കുന്നത്? ഒരുപാട് തവണ ഉത്തരം തന്നതാണ്, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്, ഐ ലവ് യു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, വേറെ ആരെയും സ്നേഹിക്കുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും പിന്നെയും എന്ന് ചോദിക്കും. അപ്പൊ എന്താ കാര്യം? അതൊരു പ്രശ്നമുണ്ട്. തമാശക്ക് ചോദിക്കാം, അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട് കേൾക്കാൻ ഇഷ്ടം? എന്താ ഇത്രയും അതിങ്ങനെ വീണ്ടും വീണ്ടും വേറൊരാളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്? ബിക്കോസ് മനസ്സിലായോ? അപ്പൊ ചില സ്ത്രീകൾക്ക് മനസ്സിലായി, അപ്പൊ അതെന്താണ്? ചെറുപ്പത്തിൽ അത്രയും പ്രശ്നമാണ്. അപ്പൊ അതിങ്ങനെ വെറുതെ രസത്തിന് ചോദിക്കാനും, എന്നിട്ട് അയാൾ എപ്പോഴും ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ മുൾമുനയിൽ നിർത്തുക, അല്ലെങ്കിൽ ഇങ്ങനെ അതിന് മറുപടി പറയണം, അയാൾ എപ്പോഴും പറയണം, 100 തവണ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉത്തരമായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് ചെയ്യുന്നത് ശരിയല്ല. ഇറ്റ്സ് നോട്ട് ഹെൽത്തി. സോ ഡോണ്ട് ഡു ദാറ്റ്. സോ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്കത് രസമാണ്, ഒരു വൈബാണ്, അല്ലെങ്കിൽ അതാണ് സ്നേഹം. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊന്നും ശരിയല്ല, അൺഹെൽത്തിയാണ്. അതെന്തുകൊണ്ടാണ്? ഫിയർ ഓഫ് അബാൻഡൻമെന്റും റിജക്ഷൻ ഇൻ റിലേഷൻഷിപ്പ്. ചെറുപ്പത്തിൽ കമ്പാരിസൺ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ, നിങ്ങളുടെ ആങ്ങളെയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്താത്തയായിട്ടോ കമ്പാരിസൺ ചിലപ്പോൾ നടന്നിട്ടുണ്ട്, പാർഷ്യാലിറ്റി നടന്നിട്ടുണ്ടാവും. നിങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് അവരെ കൂടുതൽ സ്നേഹിച്ചു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് അല്ല, നിങ്ങൾക്ക് കിട്ടിയ സ്നേഹത്തിൽ തന്നെ ഒരു പാരന്റ്സിന്റെ അഭാവം, അല്ലെങ്കിൽ ഫാദറിന്റെ അഭാവം, ഫാദർ ഗൾഫിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും ഫാദറിന്റെ ഒരു അഭാവം ഉണ്ടായി, ഫാദറിന്റെ അടുത്ത് കിട്ടേണ്ട പ്രൊട്ടക്ഷനോ സേഫ്റ്റി നിങ്ങൾക്ക് കിട്ടിയില്ല. സോ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കാരണമായിട്ട് വരും. സോ നെക്സ്റ്റ്, ഡിഫിക്കൽട്ടി ട്രസ്റ്റിംഗ് ഫോർ ബീയിങ് ഇമോഷണലി വോണറബിൾ. ഭയങ്കര ഇമോഷണലി വോണറബിൾ ആവുക. ചെറിയ കാര്യത്തിന് വരെ കരഞ്ഞുകൊണ്ടിരിക്കുക, ചെറിയ കാര്യത്തിന് വരെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ചെറിയ കാര്യത്തിന് വരെ വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് ഇതുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. മറ്റുള്ളവരെ വിശ്വസിക്കാൻ പ്രയാസം എന്തായാലും ഇന്നർ ചൈൽഡ് കൊണ്ടുള്ളത് കൊണ്ടാണ്. സെൽഫ് സാബിറ്റാജ് ഓർ പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കുക. ഇതും ഇതേപോലുള്ള സംഗതിയാണ്. സെൽഫ് സാബിറ്റാജ് ആണ് നേരത്തെ പറഞ്ഞു വെച്ചാൽ സ്മോക്കിംഗ്, ഡ്രിങ്ക്സ്, നമുക്കറിയാം, നമുക്കതൊക്കെ നമ്മൾ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള സംഗതിയിലേക്ക് പോകും. അല്ലെങ്കിൽ സ്വയം വെറുക്കുന്ന, സ്വയം കുറ്റബോധം ഉണ്ടാകുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക, സ്വയം നശിപ്പിക്കാൻ ശ്രമിച്ചു, പട്ടിണി കിടക്കുക.
അല്ലെങ്കിൽ ചില ആൾക്കാരെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കും. ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ എനിക്ക് ഇങ്ങനെ എനിക്ക് വല്ലാണ്ട് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, എനിക്ക് എല്ലാം മടുത്തു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കൈ ഇങ്ങനെ ഞരമ്പ് കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. കാര്യമായിട്ട് കട്ട് ചെയ്യില്ല, മരിക്കണ്ട എന്നാൽ മരിക്കണം, മരിക്കൂല, മരിക്കുന്ന രൂപത്തിൽ ഒരിക്കലും കട്ട് ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കും. തൊലിപ്പുറത്ത് ഇങ്ങനെ മുറിയാക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. മരിച്ചെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പട്ടിണി കിടക്കുന്നവരുണ്ട്, എനിക്കൊന്നും വേണ്ട. നെക്സ്റ്റ് എന്താണ്, അതിലൂടെ അതിൽ ആ സ്വയം വേദനിപ്പിച്ച് സ്വയം പട്ടിണി കിടന്ന് അതിലൂടെ ഒരു പെയിനിലൂടെ കടന്നുപോയി, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് എന്നാരും സ്നേഹിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, ഓട്ടോമാറ്റിക്കലി ഈ വ്യക്തികൾ ഈ രൂപത്തിലേക്ക് പോകും, പെയിനിലൂടെ കടത്തിവിടും. അതിലൊരു ആശ്വാസം എന്തോ കണ്ടെത്തും, അതിലൊരു സമാധാനം കണ്ടെത്തും. ചെറുപ്പത്തിൽ അങ്ങനെയാണ് വാശി പിടിച്ചത് ശീലിച്ചത്. ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചില്ലേ, ഒളിച്ചിരുന്നിട്ട്, വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ട്, വാശി പിടിച്ചിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്തില്ലേ, അതേ സ്വഭാവം തന്നെയല്ലേ പലപ്പോഴും ഇപ്പോഴും കാണുന്നത്. അത് ഇപ്പോഴും പലതരത്തിലുണ്ടാവും. പ്രൊക്കാസ്റ്റിനേഷൻ, നീട്ടിവെക്കാം, ചെയ്യേണ്ട ജോലികൾ ചെയ്യൂല, ഞാൻ ചെയ്യൂല, അപ്പൊ അത് ഓട്ടോമാറ്റിക്കായി മാറി. അങ്ങനെ ചെയ്യാതെ നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടായി. അതായത് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ അത് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചെയ്യണം എന്ന് പറഞ്ഞ് വല്ലാണ്ട് സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാൻ മൂടുണ്ടാവില്ല, ചെയ്യൂല. എന്താ കാര്യം, വീട്ടുകാരത് പറഞ്ഞ് അങ്ങനെ സ്ട്രെസ് തന്നതുകൊണ്ട് ഒരു ഉത്തരവാദിത്തം വരുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ഒളിച്ചോടാൻ തോന്നും. അതിൽ നിന്ന് ഒളിച്ചോടാന്ന് പറഞ്ഞാൽ അത് ചെയ്യൂല എന്നുള്ളൊരു മനോഭാവം. അതാണ് പ്രൊക്കാസ്റ്റിനേഷൻ. എത്ര പേർക്ക് മനസ്സിലായി നീട്ടിവെക്കുന്ന സ്വഭാവം എന്തുകൊണ്ട് വരുന്നേ? നീട്ടിവെക്കുന്ന സ്വഭാവം എന്താ? ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം ചെയ്യാത്തത് എന്താ? ബിക്കോസ് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് തന്നു. അപ്പൊ നിങ്ങളുടെ അത് പറയണ്ടേ സാർ? ക്വസ്റ്റ്യൻ. അപ്പൊ അത് കുട്ടികളോട് അത് പറഞ്ഞു കൊടുക്കണ്ടേ, പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല അത് പറയേണ്ടത്. നമുക്കത് ചെയ്യാം, നമുക്കത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം, നല്ല രീതിയിൽ പറയണം. എനിക്കൊരു പേരക്കുട്ടി ഉണ്ട്, ഒന്നിനും ഒരു ഉത്സാഹമില്ലാതെ, ഒന്നും അവളെ കാര്യം തന്നെ ചെയ്യാതെ, 12 വയസ്സായി. അപ്പൊ കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്താ വേണമെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയല്ല വേണ്ടത്, നമുക്കത് ചെയ്യാം മോളെ, സ്നേഹം കൊടുക്കും. കൂടുതൽ കുറ്റപ്പെടുത്തിയാൽ കുട്ടി പെർഫെക്റ്റ് ആണ്, താഴെ കുട്ടി പെർഫെക്റ്റ് ആണ്, 7 വയസ്സായത്. അതായ പാർഷ്യാലിറ്റി ആയില്ലേ, വിഭാഗീയത ആയില്ലേ. അതായ കുട്ടി ഉഷാറാണ്, പെർഫെക്റ്റ് ആണ്. ആരും പറയാറില്ല, പക്ഷെ ഇവള് കാര്യങ്ങൾ ഒന്നും സ്വന്തം ചെയ്യണില്ല. അപ്പൊ അത് ചെയ്യണില്ല എന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവിടെ കുട്ടിക്ക് സ്നേഹമാണ് വേണ്ടത്. നിങ്ങളിപ്പോ അവിടെ 3 കാര്യം ചെയ്യുന്നുണ്ടാവാം തെറ്റ്. ഒന്ന്, നിലവില് ഈ കുട്ടിയെ എന്താ വെച്ചാൽ ചെയ്യുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തുന്നു. നീ ചെയ്യുന്നില്ല, നീ എന്താ ചെയ്യാത്തത്, നീ ഒന്നിനും ഉത്സാഹമില്ലാത്തവളാണ്, ഇമേജ്. ഒന്ന്, ഞാൻ പറയട്ടെ, ഒന്ന് ഉത്സാഹമില്ലാത്തവളാണ് എന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തത്, മറ്റേ കുട്ടി എല്ലാം ഉഷാറായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതിന്റെ പേരിൽ ഇവളോട് പാർഷ്യാലിറ്റിയും കാണിച്ചു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവളെന്താ വെച്ചാൽ കൂടുതൽ വിഷമത്തിലേക്ക് പോകും. ഇനി അത് മാത്രമല്ല, മറ്റേ കുട്ടി ചിലപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും, അവള് നന്നായിട്ട് പെർഫെക്റ്റ് ആയി ചെയ്യുന്നുണ്ട്. അവസാനം ആ കുട്ടി പെർഫെക്ഷനിസ്റ്റ് ആയിട്ടും നിങ്ങൾ മാറ്റും. ഏത് മറ്റേ കുട്ടി? കാരണം മറ്റേ കുട്ടിക്ക് നല്ല സ്നേഹം കൊടുക്കുന്നത് എങ്ങനെയാണ്, എല്ലാം ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആ കുട്ടി എന്താ വെച്ചാൽ എല്ലാം ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് സ്നേഹം കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നും ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവുന്ന വെച്ചാൽ, നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് ഓക്കെ, പെർഫെക്ഷൻസുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, നമുക്കിതെല്ലാം പതുക്കെ ചെയ്ത് ശരിയാക്കി എടുക്കാം, നമുക്കിത് ചെയ്യാം എന്ന ഡയലോഗാ വേണ്ടത്. നീ ചെയ്, നമുക്കിത് ചെയ്യാം മോളെ, നമുക്കിത് ഇങ്ങനെ ചെയ്യാം, മോൾക്ക് ചെയ്യാൻ പറ്റും, മോള് ചെയ്യും. അവള് ചെയ്തില്ലേ, അവള് ചെയ്തിട്ടുണ്ട്, മറ്റേ കുട്ടിയോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ ചെയ്തിട്ട്, ഇനിയിപ്പോ പോരായ്മ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇറ്റ്സ് ഓക്കെ. മറ്റത് നമുക്ക് എല്ലായിടത്തും നമ്മൾ പ്രഷർ ക്രിയേറ്റ് ചെയ്യണം. അവൾക്ക് ഇനി ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന കുട്ടിക്ക് നിങ്ങൾ ഓൾറെഡി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവളാണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി അവൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല, അവൾക്കൊരു മിസ്റ്റേക്ക് വരുത്താൻ പറ്റില്ല. അവൾ പിന്നെ എന്ത് കാര്യം ചെയ്യും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് അവളുടെ സ്ട്രെസ് ആയിട്ട് മാറും. അതും പാടില്ല. സോ ഇറ്റ്സ് ഓക്കെ, ഒരു സേഫ് സ്പേസ് കൊടുക്കുക, എന്നിട്ട് റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വേണം. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടി മാറ്റിയെടുക്കണം, അതാണ്. ഡോണ്ട് വറി, അത് ഒന്നും നമ്മൾ മാറ്റിയെടുക്കാൻ പകരം ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ എല്ലാം മാറും. അക്സെപ്റ്റ് ചെയ്യും. ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, മക്കളെ അക്സെപ്റ്റ് ചെയ്യുക. ഇതെന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നത്? മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുന്നത് എന്തെന്നറിയോ? മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നത് എന്തെന്നറിയോ? നമ്മളുടെ ഉള്ളിലുള്ള പോരായ്മകളാണ്. അപ്പൊ നമ്മൾ വേറൊരാളെ നന്നാക്കാൻ പോകണ്ട, നമ്മൾ സ്വയം നന്നാവുക. നമുക്ക് ഒരുപാട് കറക്റ്റ് ചെയ്യാനുണ്ട്.
നമുക്കൊരുപാട് ദേഷ്യമുണ്ട്, നമുക്കൊരുപാട് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രൊജക്ഷൻ നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ പുറത്ത് കാണിക്കുക. നമുക്ക് നമ്മളെ കുറിച്ച് നല്ല ഇമേജ് ഇല്ല, അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരുടെ പുറത്തുള്ള നല്ല പോരായ്മകൾ നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ നമ്മളെ കുറിച്ച് നല്ല ഇമേജ് കാണാതെ 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 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. മറ്റുള്ള ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് നല്ല രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ നല്ല ആളാണ്. ഞാൻ നല്ല രീതിയിലൊന്നും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല, അപ്പൊ അയാൾ നല്ല ആളല്ല, ഞാൻ നല്ല ആളല്ല. അപ്പൊ എന്നെ പോലെയുള്ള പോലെ ആൾക്കാരൊന്നും, അതായത് നല്ല കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്ത ആൾക്കാരൊന്നും നല്ലവരല്ല. ഇനി ഞാൻ ഏതായാലും നല്ലതല്ല, ഇനിയിപ്പോ ആരെങ്കിലും നല്ല ചെയ്യണമെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അയാൾ നല്ല, അല്ലെങ്കിൽ അയാൾ നല്ല. ഇത് എവിടുത്തെ പ്രശ്നം? നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. എത്ര പേർക്ക് മനസ്സിലായി? സോ പ്രൊജക്ഷൻ എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ ടോർച്ച് അടിക്കണം നമ്മുടെ ഉള്ളിലേക്ക്, എന്നിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നമ്മളെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇറ്റ്സ് ഓക്കെ, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഐ എം സോറി, ഇത്രയും കാലം ഞാൻ എന്നെ കുറ്റപ്പെടുത്തി. നമ്മൾ നമ്മളോട് പറഞ്ഞു. എല്ലാവരും കൈയോടെ വെച്ചിട്ട് പറ, ഐ എം സോറി. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം, കണ്ണടയ്ക്കും, ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഒന്ന് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ഡീപ്ലി ആൻഡ് ബ്രീത്ത് ഔട്ട്. നമ്മൾ നമ്മളെയൊക്കെ നോക്കുക, ആ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉള്ള നമ്മളെന്നിട്ട് പറയാന്ന് വെച്ചാൽ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല, ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ല, നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി, ആ കൂട്ടത്തിൽ ഞാനും നിന്നെ കുറ്റപ്പെടുത്തി, നിന്നെ എല്ലാവരും പലതും പറഞ്ഞു, നീ ദേഷ്യക്കാരിയാണ്, വാശിക്കാരിയാണ്, ദേഷ്യമുള്ള ആളാണ്, നിന്നെ ഒറ്റപ്പെടുത്തി, നീ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ആളാണ്, പോരായ്മയുള്ള ആളാണ് എന്ന് അവര് പറഞ്ഞ ആ തെറ്റായ കാര്യങ്ങൾ, നന്മ നിന്റെ ഉള്ളിലുണ്ടായിട്ടോ ആ തെറ്റായ കാര്യങ്ങൾ ഞാനും വിശ്വസിച്ചു, ഞാനും അത് തുറന്നുകൊണ്ടിരുന്നു, ഞാനും നിന്നെ ജഡ്ജ് ചെയ്തു, ഞാനും നിന്നെ കുറ്റപ്പെടുത്തി, ഞാനും നിന്നെ ഒറ്റപ്പെടുത്തി. എനിക്ക് നിന്റെ ഏറ്റവും നല്ല സുഹൃത്താകാമായിരുന്നു, ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോ സോറി, ഐ എം സോ സോറി, ഐ എം സോ സോറി, ഐ എം സോ സോറി, പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ, ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, ഐ എം സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഐ എം സോറി, ഇനി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ ഈ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കണം, നിന്നെ ഹീൽ ചെയ്യണം, നിന്റെ ഈ വിഷമങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു, ഈ വേദനകളൊന്നും നീ തന്നതല്ല, നമ്മൾ കാരണം ഉണ്ടായതല്ല, നമ്മളല്ല, മറ്റുള്ളവർ തന്നതാണ്. നമുക്ക് വിവരമില്ലാത്തപ്പോൾ, പ്രായം കുറഞ്ഞ സമയത്ത്, നമ്മളെ സ്നേഹിക്കേണ്ട, മറ്റുള്ളവർ നല്ലത് പറഞ്ഞു തരേണ്ട ആ സമയത്ത് അവർ തന്ന വേദനകളാണ്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ഇനി നമുക്കിത് പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ട് ഏത് കോഴ്സ് വേണമെങ്കിലും, ഏത് പഠിക്കേണ്ടത് വേണമെങ്കിലും പഠിക്കാൻ ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി പണം മാറ്റി വെക്കാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് ഹീലിംഗ് എടുക്കാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് എൻ്റെ മെൻറ്ററുടെ കൂടെ ഇരുന്നിട്ട് കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. EFT ചെയ്യണമെങ്കിൽ EFT ചെയ്യാൻ തയ്യാറാണ്. ഞാനത് ചെയ്യും. നമ്മളിത് പരിഹരിക്കും. നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് നമുക്കൊരു ബെറ്റർ ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അത് ഞാൻ നിനക്ക് നൽകുന്ന പ്രതിജ്ഞയാണ്. അതിനായിട്ട് ഇവിടെ ഷാഫി സാറുണ്ട്, ടീമുണ്ട്, സ്പേസ് അക്കാഡമി ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ ആ പരമാവധി സപ്പോർട്ട് എടുക്കും. എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്യും. കൂടെയുണ്ട് ഞാൻ, എൻ്റെ കൂടെയുണ്ട്. നമ്മളെ മനസ്സിലാക്കാൻ ഇവിടെ ഒരു ടീമുണ്ട്, ഇവിടെ ഒരു സാറുണ്ട്, ഇവിടെ ഒരു സഹോദരനുണ്ട് എന്നെ മനസ്സിലാക്കാൻ. ഇവിടെ ഒരുപാട് സഹോദരിമാരുണ്ട് നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ, നമുക്ക് വേണ്ട സ്നേഹം നൽകുക, നമുക്ക് വഴികാട്ടിയായി, നമ്മുടെ ഒരു മെൻറ്ററായി.
ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ജീവിതം മാറ്റിമറിച്ച് നമ്മളും മുന്നോട്ട് പോകും. എന്നിട്ട് നമുക്കും ഒരുപാട് പേര് പോലെ ഇപ്പം നമ്മൾ അനുഭവിച്ചതുപോലെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ കേരളത്തിൽ ഒരുപാട് പേരെ ഹീൽ ചെയ്യുന്ന ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കും. നമ്മൾ നമ്മുടെ ലൈഫിന് നന്നാക്കാം, മറ്റുള്ളവരുടെ ലൈഫിനെ നന്നാക്കാം, അവരുടെ ലൈഫിലേക്ക് വിളിച്ചു നൽകും. ഇത് ഞാൻ എടുക്കുന്ന പ്രതിജ്ഞയാണ്. നമ്മളിത് ഫിക്സ് ചെയ്യും. ഞാനുണ്ട് കൂടെ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ ഡാ, ഇറ്റ്സ് ഓക്കെ ഡി, ഡോണ്ട് വറി എന്ന് നമ്മൾ നമ്മളോട് പറയും. ഐ ലവ് യു, ഐ ലവ് യു. ഇതെല്ലാം കേട്ടിട്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു, ഐ അണ്ടർസ്റ്റാൻഡ്, ഐ അക്സെപ്റ്റ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. Take a deep breath and breathe out. One more time, take a deep breath and breathe out. One more time, take a deep breath and breathe out. And relax. പതിയെ കണ്ണുകൾ തുറന്നു തിരിച്ചു വരും. How do you feel? Yeah, do you feel better? Do you feel safe? നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയോ? How do you feel? കരച്ചിൽ വന്നോ? വിഷമം വന്നോ? സങ്കടം വന്നോ? എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്ന് പറയുമെന്ന് കമന്റ് ചെയ്യും. കരച്ചിൽ വന്നു. എത്ര പേർക്ക് കരച്ചിൽ വന്നു? കരച്ചിൽ വന്നവരെന്ന് കമന്റ് ചെയ്ത് CR എന്ന് കമന്റ് ചെയ്താൽ മതി. കരച്ചിൽ വന്നു പറയാം. CR. ജസ്റ്റ് കമന്റ് ഡൗൺ CR. വറീഡ് ആവണ്ട. നമ്മുടെ എന്ത് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അക്സെപ്റ്റൻസ് ഈസ് ദ കീ. ഓക്കെ, കാംനെസ് വന്നു. ഓക്കെ, അനിത മാമക്ക് ഒരുപാട് ഹീലിംഗ് ചെയ്തത് അതുകൊണ്ടാണ്. ഗുഡ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ നമ്മളുടെ ആ ഒരു അവസ്ഥയെ നമ്മൾ തിരിച്ചറിയാം. അപ്പൊ ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സെഷനിലും കുറച്ചുകൂടി ഡെപ്തിൽ നമ്മുടെ മുറിവുകൾ എന്താണ്, നമുക്ക് എങ്ങനെ ആയിപ്പോയി എന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡെപ്തിൽ മനസ്സിലായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. കേട്ടോ? അടുത്ത ദിവസം നാളെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക, പരമാവധി എത്തിക്കുക. പ്ലീസ് ഡു ഇറ്റ്. വി ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു. നല്ല രീതിയിലേക്കുള്ള ഇന്നത്തെ മെഡിറ്റേഷനും നമുക്കൊരു സെൽഫ് അക്സെപ്റ്റൻസ് ആയിരുന്നു അല്ലേ? ഹസീന പറയുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥ. എന്താണ് ഹസീന പറഞ്ഞത്? വറീഡ് ആവണ്ട. നമ്മൾ ഒരുപാട് വേദന കൊടുത്തിട്ടുണ്ടാവില്ലേ നമ്മുടെ മക്കൾക്ക്? ഒരുപാട് ഹീൽ ചെയ്യാനുണ്ട് നമുക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം. പിന്നെ പ്രോഗ്രാം ഉണ്ട്, അത് രജിസ്റ്റർ, അടുത്ത ബാച്ച് വരുന്നുണ്ട്. 26-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാം. രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്പർ ഒന്ന് കൂടെ കൊടുക്കുക. നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ നമ്പർ കൊടുക്കുക. ദേ വിൽ കോൺടാക്ട് യു. അമേസിങ് സെഷൻസ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, കൂടുതൽ പഠിക്കണം, കൂടുതൽ ആഴത്തിലേക്ക് ഹീലിംഗ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം, നിങ്ങളുടെ നമ്പർ കൊടുത്തോളൂ. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള നമ്പർ കൊടുത്തോളൂ. നമ്പർ താഴെ കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല, വറീഡ് ആവണ്ട, നമുക്ക് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ, വിഷമിക്കണ്ട. നമ്മുടെ ഉദ്യമം തന്നെ അതാണ്. നമ്മളത് ക്ലിയർ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരും കേട്ടോ. മോർ എഫക്റ്റീവ് ആയിട്ടുണ്ട്. വെരി ഗുഡ്. എന്തായാലും നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം, വിഷമിക്കേണ്ട. എല്ലാം നമുക്ക് നല്ല രീതിയിലേക്ക് റെഡിയാക്കി കൊണ്ടുവരാം. ഓക്കെ, റെഡി. താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ. നാളെ കാണാം. Thank you, sir. Thank you. I accept you. I understand. You're welcome. Thank you.
താങ്ക് യു.